നമ്മുടെ 12ാമത്തെ പാഠം ഏതാ? സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ. സിമ്പിൾ ആയിട്ട് പറഞ്ഞു, എന്താണ് ഈ സോളിഡ് അഥവാ ഘനരൂപം? ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറയുകയാണെങ്കിൽ, ഉയരമുള്ള രൂപങ്ങളെയാണ് ഘനരൂപങ്ങൾ എന്ന് വിളിക്കുന്നത്. എന്താണ്? ഉയരമുള്ള രൂപങ്ങളെയാണ് ഘനരൂപങ്ങൾ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മുടെ ഒരു കുപ്പി അല്ലെങ്കിൽ ഒരു പെട്ടി, ഇതൊക്കെ എന്താണ്? ഉയരണ്ട്, ഹൈറ്റ് ഉണ്ട്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഘനരൂപങ്ങൾ എന്ന് വിളിക്കുന്നത്. പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ. ഇനി ഇവിടെ നമ്മൾ പെട്ടീനെ പറ്റിയിട്ടോ കുപ്പീനെ പറ്റിയിട്ടോ അല്ല പഠിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം പഠിക്കുന്നത് സമചതുര സ്തൂപിക അഥവാ പിരമിഡിനെ കുറിച്ചിട്ടാണ്. ഓക്കെ ആണോ? എന്താ ഈ സമചതുര സ്തൂപിക? സമചതുര സ്തൂപിക എന്ന് പറഞ്ഞാൽ പാദം അഥവാ താഴ്ഭാഗം സമചതുരായിരിക്കും. 4 സൈഡുകൾ എന്തായിരിക്കും? ത്രികോണങ്ങളുമായിരിക്കും. എന്താണ് പിരമിഡ്? താഴ്ഭാഗം, ബേസ് എന്ന് പറയുന്നത് സ്ക്വയറും 4 സൈഡ് ട്രയാങ്കിൾസും. ആ ട്രയാങ്കിൾസിന് ഒരു പ്രത്യേകത ഉണ്ട്, ആ ത്രികോണത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ആ ത്രികോണങ്ങൾ ഒന്നെങ്കിൽ സമപാർശ്വ ത്രികോണങ്ങളാവും, അല്ലെങ്കിൽ സമഭുജ ത്രികോണങ്ങളാവും. എന്താണ് ആ ട്രയാങ്കിൾസിന്റെ പ്രത്യേകത? ഒന്നെങ്കിൽ ഐസോസിലസ് ആവും, അല്ലെങ്കിൽ ഇക്വലാറ്ററൽ ആവും. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, പാദം സമചതുരത്തോടു കൂടിയും വശങ്ങൾ ത്രികോണത്തോടും കൂടിയ രൂപത്തെയാണ് എന്ത് വിളിക്കുന്നത്? സമചതുര സ്തൂപിക എന്ന് വിളിക്കുന്നത്. പിരമിഡ് എന്താണ്? ബേസ് സ്ക്വയർ, സൈഡ് 4 സൈഡ് ട്രയാങ്കിൾ. ആ ട്രയാങ്കിൾ either ഐസോസിലസ് ഓർ എന്താ? ഈക്വലാറ്ററൽ, സമഭുജ ത്രികോണം അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണമായിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി നമുക്കിതിലെ ഓരോരോ കാര്യങ്ങളായിട്ട് പഠിക്കാം. ഓക്കെ, ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഇതിന്റെ പാദം എന്ന് പറയുന്നത് ഒരു സമചതുരമായിരിക്കും. കണ്ടാ തോന്നില്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഇടയിൽ എഴുതിയേക്കാം. ഇതെന്താണ്? സമചതുരം, സ്ക്വയർ. ഇതിന്റെ പാദം എന്ന് പറയുന്നത് എന്താണ്? സമചതുരം. അതുകൊണ്ട് തന്നെ ഈ പാദത്തിന്റെ ഒരു സൈഡിനെ പാദവക്ക് എന്ന് വിളിക്കുന്നു. പാദത്തിന്റെ വക്കിനെ പാദവക്ക് എന്ന് വിളിക്കുന്നു. ബേസ് എഡ്ജ്. അതിനെ നമ്മൾ എ എന്നുള്ള ലെറ്റർ വെച്ചിട്ട് സൂചിപ്പിക്കുന്നു, ചെറിയ അക്ഷരം എ. ഓക്കെ ആണല്ലോ? അതിൽ നിന്ന് തന്നെ നമുക്ക് അടുത്ത കാര്യം പറയാം. നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഏത് ഘനരൂപമോ ആയിക്കോട്ടെ, അതിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് പാദപരപ്പളവാണ്. എന്താണ്? പാദപരപ്പളവ് അഥവാ ബേസ് ഏരിയ. എന്താ ബേസ് ഏരിയ? ബേസിന്റെ ഏരിയ ബേസ് ഏരിയ, പാദത്തിന്റെ പരപ്പളവ് പാദപരപ്പളവ്. എന്താ പാദം? ഇവിടുത്തെ പാദം എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആണല്ലോ. അപ്പൊ ഏരിയ ഓഫ് സ്ക്വയർ എന്താണ്? ഏരിയ ഓഫ് സ്ക്വയർ. ഏരിയ ഓഫ് സ്ക്വയർ എന്താണ്? പാദം സമചതുരമായതുകൊണ്ട് പാദപരപ്പളവ് എന്ന് പറഞ്ഞാൽ സമചതുരത്തിന്റെ പരപ്പളവ്. ഓക്കെ ആണോ? എങ്ങനെ സമചതുരത്തിന്റെ പരപ്പളവ് കാണുക? വശം ഇൻറ്റു വശമാണ്, സൈഡ് ഇൻറ്റു സൈഡ് ആണ് അല്ലെ? അഥവാ ഇവിടെ എ ആയ സ്ഥിതിക്ക്, ഒരു വശം എ ആയ സ്ഥിതിക്ക് എ ഇൻറ്റു എ ആണ്. എ ഇൻറ്റു എനെ നമുക്ക് എന്ത് എഴുതാം? എ സ്ക്വയർ എന്ന് എഴുതാം. എ ഇൻറ്റു എ എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് എഴുതാം? എ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ പാദപരപ്പളവ് അഥവാ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്ക്വയർ ആണ്. ഒന്നാമത്തെ കാര്യം. ക്ലിയർ ആണോ? ഇനി നമുക്ക് സൈഡുകളെ കുറിച്ച് ചർച്ച ചെയ്യാം. എന്താ ഇതിന്റെ സൈഡുകൾ? ഓക്കെ, ഒന്നാമത്തെ കാര്യം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യം എടുത്താലോ? ഇതിന്റെ 4 സൈഡും എന്താണ്? ത്രികോണങ്ങളാണ്, ട്രയാങ്കിൾസ് ആണ്. ഒന്നെങ്കിൽ ഐസോസിലസ് അല്ലെങ്കിൽ ഈക്വലാറ്ററൽ, ഒന്നെങ്കിൽ സമപാർശ്വം അല്ലെങ്കിൽ സമഭുജം. സമപാർശ്വമാണെങ്കിൽ ഈ 2 സൈഡുകൾ തുല്യമായിരിക്കും. ഐസോസിലസ് ആണെങ്കിൽ ആ 2 സൈഡ് എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇനി അല്ലെങ്കിലോ സമഭുജമാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈക്വലാറ്ററൽ ആണെങ്കിൽ എല്ലാ സൈഡും തുല്യമായിരിക്കും. അത്രയല്ലേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, ഇനി ഈ ത്രികോണത്തിന്റെ വക്കുകളെ നമുക്ക് പേരിട്ട് വിളിക്കാം, ഓരോരോ പേരിട്ട് വിളിക്കാം. ഈ സൈഡ് ഉണ്ട്, ഈ സൈഡ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഇവിടെ. അതെങ്ങനെ? അല്ലെങ്കിൽ ഇത് തന്നെയാണ് ഇതെന്ന് പറയാം. അതെങ്ങനെ? നമ്മളിപ്പോ ഒരു സ്ക്വയർ, സമചതുരം, ഒരു ത്രികോണം ഇങ്ങനെയല്ലേ വെക്കുക അല്ലെ? എന്നാലല്ലേ അതെന്താവുള്ളൂ? ഒരു ഘനരൂപമായിട്ട് സോളിഡ് ആയിട്ട് മാറുള്ളൂ. അപ്പൊ ഇത് രണ്ടും എന്താ? ഈ വക്കും ജോയിന്റ് ആണ്. അപ്പൊ ഇതിനെന്താ വിളിക്കുക? ഇതെന്ത് തന്നെയാണ്? പാദവക്ക് തന്നെയാണ്, അഥവാ ബേസ് എഡ്ജ് തന്നെ ആണ്.
അതുകൊണ്ട് അത് എ തന്നെ. ക്ലിയർ ആണല്ലോ. ഇനി ഈ സൈഡ്, ഈ രണ്ട് സൈഡും തുല്യാണെന്ന് പറഞ്ഞു. ഈ സൈഡിനെ പാർശ്വവക്ക് എന്ന് വിളിക്കുന്നു. ലാറ്ററൽ എഡ്ജ്, ലാറ്ററൽ എഡ്ജ് എന്ന് വിളിക്കുന്നു. അത് നമ്മൾ ഇ എന്നുള്ള അക്ഷരം വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ ആണോ? ചെറിയ അക്ഷരം ഇ. ഇനി ഇവിടെ ഒരു കാര്യം കൂടിയുണ്ട്. ഈ ത്രികോണത്തിനൊരു ഉയരം ഉണ്ടാവുമല്ലോ, ഇല്ലേ? ഇത് സാധാരണഗതിയിൽ നമ്മൾ എച്ച് എന്നാണ് എഴുതല്. പക്ഷെ ഇവിടെ നമ്മൾ എച്ച് നല്ല എഴുതുന്നത്, കാരണം അവിടെ വേറെ എച്ച് വരാനുണ്ട്. ഓക്കെ, ഇത് നമ്മൾ സ്തൂപികയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ, സ്തൂപികയെ കുറിച്ച് പറയുമ്പോൾ അഥവാ പിരമിഡിനെ കുറിച്ച് പറയുമ്പോൾ ഈ ത്രികോണത്തിന്റെ ഉയരത്തെ എൽ എന്നുള്ള അക്ഷരത്തെ വെച്ച് സൂചിപ്പിക്കുന്നു. അതിന്റെ പേര് ചെരിവുയരം അഥവാ സ്ലാന്റ് ഹൈറ്റ്. അതെന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കണം. ഇതിനെ ഹൈറ്റ് എന്ന് വിളിക്കില്ല, സ്ലാന്റ് ഹൈറ്റ് എന്ന് വിളിക്കുക. കാരണം ഒരു സമചതുരപടുണ്ട്, 4 ത്രികോണങ്ങൾ ഇങ്ങനെ കൂർത്തിട്ടല്ലേ വരിക. വീടിന്റെ മേൽഭാഗങ്ങളിൽ നിൽക്കുന്ന പോലെയൊക്കെ അല്ലേ വരിക, പഴയ വീടിന്റെ അല്ലെ? അങ്ങനെ കൂർത്തിട്ട് വരുമ്പോ ഈ ത്രികോണത്തിന്റെ ഇതല്ലേ ഉയരം, ഈ ഭാഗമാണല്ലോ ഉയരമായിട്ട് വരിക അല്ലെ? ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്നു. അത് ചെരിഞ്ഞു നിൽക്കുന്ന ഉയരമായതുകൊണ്ട് അതിനെ എന്ത് വിളിക്കുന്നു? ചെരിവുയരം എന്ന് വിളിക്കുന്നു. ഓക്കെ ആണോ? ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി 3 കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇത് 3 വെച്ചിട്ട് നമ്മൾ രണ്ടാമത് ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്ന കാര്യം അതാണ് പാർശ്വപരപ്പളവ്. എന്താണ് പാർശ്വപരപ്പളവ്? ലാറ്ററൽ സർഫസ് ഏരിയ അഥവാ LSA എന്ന് എഴുതാം. ഇത് ചുരുക്കിയിട്ട് LSA എന്ന് എഴുതാം. LSA. ഓക്കെ ആണോ? ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിന്റെ സർഫസ് ഏരിയ അല്ലേ? ലാറ്ററൽ സൈഡ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ ആണല്ലോ. പാർശ്വപരപ്പളവ് എന്ന പാർശ്വഭാഗം അല്ലെങ്കിൽ പാർശ്വമുഖം എന്നൊക്കെ വിളിക്കാം. അതെന്താണ്? ത്രികോണമാണ്. അപ്പൊ ത്രികോണത്തിന്റെ പരപ്പളവാവുമല്ലോ അല്ലെ? പാദം സ്ക്വയർ ആയതുകൊണ്ട് സ്ക്വയറിന്റെ ഏരിയ, പാദം സമചതുരമായതുകൊണ്ട് സമചതുരത്തിന്റെ പരപ്പളവ്. അതുപോലെ ആലോചിച്ചാൽ ത്രികോണമാകുമ്പോൾ ത്രികോണത്തിന്റെ പരപ്പളവ്. ത്രികോണത്തിന്റെ പരപ്പളവിനെ നമ്മൾ എങ്ങനെ എഴുതുക? ഹാഫ് BH അല്ലെ? ഹാഫ് BH. പക്ഷെ ഇവിടെ എത്ര ത്രികോണം ഉണ്ട്? ഒരെണ്ണല്ല, 4 ഉണ്ട്, 4 സൈഡിലും. അപ്പൊ 4 എണ്ണം ഉള്ളതുകൊണ്ട് 4 ഗുണിക്കണം ഹാഫ് BH അല്ലെ? അതെങ്ങനെ വരിക? ഒന്ന് നോക്കിക്കേ. 4 ഗുണിക്കണം ഹാഫ്, 4 ഗുണിക്കണം അര. ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതുകൊണ്ട് അര കൊണ്ട് ഗുണിക്കുക. ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അഥവാ അര കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ പകുതിയാക്കുക. ആ വലിയ സംഖ്യനെ പകുതിയാക്കുക. 4 ആണ് ഇവിടുത്തെ സംഖ്യ, അതിനെ പകുതിയാക്കിയാൽ 2. പിന്നെ ഇവിടെ ബേസ് ഉണ്ടോ? ഇവിടെ ശരിക്കും പാദമല്ല, കാരണം ഇവിടെ പാദവക്കിന് ബി എന്നല്ല നമ്മൾ എടുക്കല്. ഇവിടെ ഇതില് എന്താ എ എന്നാണ് എടുക്കല്. അപ്പൊ ബിക്ക് പകരം എ. അതുപോലെ എച്ച് എന്ന് വെച്ചാൽ ത്രികോണത്തിന്റെ ഉയര. പക്ഷെ ഇവിടെ ത്രികോണത്തിന്റെ ഉയരത്തിന് നമ്മൾ എച്ച് എന്നല്ല എടുക്കല്. ട്രയാങ്കിളിന്റെ ഹൈറ്റിനെ എച്ച് അല്ല, എൽ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്താക്കി? 2AL. അപ്പൊ പാർശ്വപരപ്പളവ് എന്ന് പറഞ്ഞാൽ 2AL. അങ്ങനെയാണെങ്കിൽ അടുത്ത പരിപാടി മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ഉപരിതല പരപ്പളവ് അഥവാ ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഈ തന്നിട്ടുള്ള രണ്ടും കൂടിയാണ് കൂട്ടുക. ഏത്? പാർശ്വപരപ്പളവും പാദപരപ്പളവും കൂടി കൂട്ടുക. ബേസ് ഏരിയയും ലാറ്ററൽ സർഫസ് ഏരിയയും കൂടി ആയിട്ട് കൂട്ടുക. ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ പാദപരപ്പളവ് A² പ്ലസ് ഇതേതാ 2AL. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഈ കൂട്ടത്തില്. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ ചില സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി 2 കാര്യങ്ങൾ കൂടി പറയാം. പൈതഗോറസ് തിയറം നന്നായിട്ട് ഉപയോഗിക്കാൻ വയ്ക്കുന്നവർക്ക് ഈ 2 കാര്യങ്ങൾ ആവശ്യം വരില്ല. അല്ലാത്തവർ ഇവിടെ ശ്രദ്ധിച്ചോളാം. ഇവിടെ വേണ്ടത് നമുക്ക് ആവശ്യമായത് ഒരു 3ാമത്തെ കാര്യമായിട്ടൊക്കെ എഴുതാം. ചില സമയങ്ങളിൽ ചെരുവുയരം കാണാൻ ചോദിക്കും. എന്ത് കാണാൻ? സ്ലാന്റ് ഹൈറ്റ് കാണാൻ അഥവാ L കാണാൻ. L കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് L² E² മൈനസ് A/2 ഹോൾ സ്ക്വയർ. E എന്ന് പറഞ്ഞാൽ എന്താ? പാർശ്വവക്ക്, ലാറ്ററൽ എഡ്ജ്. ആ ലാറ്ററൽ എഡ്ജും അഥവാ പാർശ്വവക്കും പാദവക്ക് ബേസ് എഡ്ജും ഉപയോഗിച്ച് ചെരുവുയരം സ്ലാന്റ് ഹൈറ്റ് കണ്ടെത്താൻ ചിലപ്പോൾ ചോദ്യം വരാം. അപ്പൊ അവിടെ ഉപയോഗിക്കാൻ പറ്റിയത് പൈതഗോറസ് തന്നെയാണ്. വേണമെങ്കിൽ ഇങ്ങനെ പഠിക്കാം. ഓക്കെ ആണോ? ഇനി അടുത്ത കാര്യം എന്താ? അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ
ഹൈറ്റ് ആണ്. അതും കൂടി പറയാനല്ലോ. ഇവിടെ ഈ സ്തൂപികയ്ക്ക് വേറെ ഹൈറ്റ് ഉണ്ട്. സ്ലാൻഡ് ഹൈറ്റ് അഥവാ ചെരുവുയരം കൂടാതെ സ്തൂപികയ്ക്ക് പിരമിഡിന് വേറൊരു ഉയരം കൂടി ഹൈറ്റ് കൂടി ഉണ്ട്. എങ്ങനെ വരിക? ഇപ്പൊ രണ്ട് ത്രികോണം ഇങ്ങനെ നിൽക്കണം, രണ്ട് ത്രികോണം പടന്ന് ഇങ്ങനെ നിൽക്കണം അല്ലെ. അപ്പൊ അങ്ങനെ 4 ത്രികോണം ഉണ്ടല്ലോ. ഈ ത്രികോണത്തിന്റെ ചെരിഞ്ഞ ഉയരത്തിനാണല്ലോ ചെരിവ് ഉയരം, സ്ലാൻഡ് ഹൈറ്റ് എന്ന് വിളിക്കുന്നതിന്റെ ഒക്കെ ആണല്ലോ. ഇവിടെ താഴത്ത് എന്തുണ്ട്? താഴത്ത് ഒരു സമചതുരുണ്ട്. ഇപ്പൊ സമചതുരം ഇല്ല, തൽക്കാലം ഞാൻ അങ്ങനെ വിളിക്കുന്നു. സമചതുരുണ്ട്. ഓക്കെ, ഈ പെന്നൊരു സമചതുരാണ്, സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. ഇതിന്റെ ഹൈറ്റ് എവിടെ? ഈ സ്തൂപികയുടെ ഹൈറ്റ് എവിടെ? ഈ സ്തൂപികയുടെ ഹൈറ്റ് അല്ല, ഈ രണ്ട് നടുവല്ലേ, ഈ വിരലിങ്ങനെ കൂട്ടിച്ചേരില്ലേ, ഈ നടുവലിൽ നിന്ന് നേരെ താഴത്തേക്ക് ഈ സമചതുരത്തിന്റെ കൃത്യനടുക്ക് അല്ലെ, ഏറ്റവും ഉയരം കൂടിയ ഭാഗത്ത് നിന്ന് സമചതുരത്തിന്റെ കൃത്യനടുക്കിലേക്കുള്ള ഉയരത്തിനെയാണ് എന്ത് വിളിക്കുക? സത്യത്തിൽ സ്തൂപികയുടെ ഉയരം. അതാണ് ഇവിടെ ഹൈറ്റ് ഓഫ് ദി പിരമിഡ്. ഓക്കെ, എന്താണ്? സ്തൂപികയുടെ ഉയരം. അതും ചിലപ്പോൾ ചോദ്യത്തിൽ വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലും ഉപയോഗിക്കേണ്ടി വരാം. സ്തൂപികയുടെ ഉയരം, ഹൈറ്റ് ഓഫ് പിരമിഡ്, ഹൈറ്റ് ഓഫ് പിരമിഡ്. അതിനെ H എന്നുള്ള അക്ഷരം കൊണ്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി ചില സാഹചര്യങ്ങളിൽ പൈതഗോറസ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ ഞാനൊരു ഇക്വേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുകയാണെങ്കിൽ H കണ്ടുപിടിക്കാൻ L² മൈനസ് A/2 ഹോൾ സ്ക്വയർ എന്നുള്ള സമവാക്യം ഉപയോഗിക്കാം. എന്താണ്? H² H അല്ല, H² L² മൈനസ് A/2 ഹോൾ സ്ക്വയർ എന്ന് ഉപയോഗിക്കാം. ഓക്കെ ആണോ? അപ്പോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഒരു കാര്യം കൂടി ഉണ്ട്, സ്ഥലമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ എഴുതുന്നില്ല, ഞാനിത് വായിച്ചിട്ട് എഴുതാം. അതുകൂടി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ വേണ്ടവർ ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളാം. അപ്പൊ എന്താ അടുത്ത കാര്യം അതുകൂടി കഴിഞ്ഞാൽ തിയറി കഴിഞ്ഞു. പിന്നെ നമുക്ക് പ്രാക്ടിക്കലിലേക്ക് ഇറക്കാം, അഥവാ ക്വസ്റ്റ്യൻസ് ചെയ്യും. ഓക്കെ, നാലാമത്തെ കാര്യം, മൂന്നെണ്ണായില്ലേ? നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ലാസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് സ്തൂപികയുടെ വ്യാപ്തം. സ്തൂപികയുടെ വ്യാപ്തം അഥവാ വോളിയം ഓഫ് പിരമിഡ്. സമചതുര സ്തൂപികയുടെ വ്യാപ്തം അഥവാ വോളിയം ഓഫ് പിരമിഡ്. വോളിയം കാണാൻ ഇത്രയും ചെയ്യേണ്ടുള്ളൂ. എന്ത് ചെയ്താൽ മതി? വ്യാപ്തം കാണാൻ എന്ത് ചെയ്യണം? പാദപരപ്പളവും ഉയരവും തമ്മിൽ ഗുണിച്ചിട്ട് അതിനെ 3 കൊണ്ട് ഹരിച്ചാൽ മതി. എന്താണ് സംഗതി? ബേസ് ഏരിയയും ഉയരവും തമ്മിൽ അങ്ങോട്ട് ഹൈറ്റും തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ടോ അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വ്യാപ്തം അഥവാ വോളിയം കിട്ടും. അഥവാ പാദപരപ്പളവ് ബേസ് ഏരിയ എന്നുള്ളതിനെ A² എന്ന് എഴുതാം, ഉയരം എന്നുള്ളതിനെ H എന്ന് എഴുതാം. സോ A² H ഹരിക്കണം 3. ഇത്രയുമാണ് തിയറി. സമചതുര സ്തൂപികയുമായി ബന്ധപ്പെട്ട തിയറികൾ. ഈ പാഠത്തിൽ നിന്ന് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ചോദ്യം പേജ് നമ്പർ 259 രണ്ടാമത്തെ ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം ചെയ്താലും മതി, പക്ഷെ രണ്ടാമത്തെ ചോദ്യം ആകുമ്പോൾ 2 കാര്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞുതരാൻ പറ്റും. അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. എന്താ ചോദ്യം? എ ടോയ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഓഫ് ബേസ് ഹൈറ്റ് 16 centimeters and slant height 10 centimeters. What is the total cost of painting 500 such toys at 80 rupees per square meter? ശ്രദ്ധിക്കണം. എന്താ ചോദ്യം? സമചതുര സ്തൂപികാകൃതിയിലുള്ള ഒരു കളിപ്പാട്ടത്തിന്റെ പാദവക്ക് 16 സെന്റിമീറ്ററും ചെരുവുയരം 10 സെന്റിമീറ്ററുമാണ്. അങ്ങനെയുള്ള 500 കളിപ്പാട്ടങ്ങൾക്ക് പെയിന്റ് അടിക്കുന്നതിന്, ചായം പൂശുന്നതിന് ചതുരശ്ര മീറ്ററിന് 80 രൂപ നിരക്കിൽ എത്ര രൂപ വേണ്ടി വരും? അപ്പൊ നമുക്ക് ആകെ ചെലവാണ് കണ്ടുപിടിക്കേണ്ടത്. ഓരോന്നോരോന്നായിട്ട് നോക്കാം അല്ലെ. ഒറ്റ ചോദ്യമാണ്, എന്നാൽ ഞാനതല്ല പറഞ്ഞ് എന്തൊക്കെയാണ് വേണ്ടി വരിക നമുക്കൊന്ന് ഓർഡറിലൊന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത്? ആദ്യം അത് നോക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഒരു സമചതുര സ്തൂപികയാണ്, സ്ക്വയർ പിരമിഡ് ആണ്. അപ്പൊ നമുക്കറിയാം സ്ക്വയർ പിരമിഡ് ആണെങ്കിൽ താഴ്ഭാഗം ഒരു സ്ക്വയർ ആയിരിക്കും അല്ലെ. ഇതിന്റെ പാദവക്ക് 16 സെന്റിമീറ്റർ ആണ്. പാദവക്ക് ബേസ് എഡ്ജ് A എന്നാണ്.
എ എത്രയാണ്? 16. പിന്നെ നമുക്കറിയാം ഇതിന്റെ 4 സൈഡും എന്തായിരിക്കും? 4 ത്രികോണങ്ങളായിരിക്കും. 4 ഒരേപോലത്തെ ത്രികോണങ്ങളാവും അല്ലെ? അറിയാലോ. ഇവിടെ എ 16 ആണ്, പാദവക്ക് 16 ആണ്, ബേസ് എഡ്ജ് 16. ബേസ് എഡ്ജ് 16 ആണെങ്കിൽ ഇതും എന്തെന്നെയായിരിക്കും? 16 തന്നെ ആയിരിക്കും. അത് പറയാം. എന്നിട്ടോ നമുക്ക് ഒരു വിവരം കൂടി തന്നിട്ടുണ്ട്, ചെരിവ് ഉയരം, സ്ലാന്റ് ഹൈറ്റ്. ചെരിവ് ഉയരം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ചെരിവ് ഉയരം എന്ന് പറയുന്നത് ത്രികോണത്തിന്റെ ഉയരത്തിനെയാണ്. ത്രികോണത്തിന്റെ ഉയരത്തെ ഹൈറ്റ് എന്നാണ് നമ്മൾ സാധാരണ വിളിക്കുക. പക്ഷെ അതൊരു പിരമിഡിലേക്ക്, സ്തൂപികയിലേക്ക് വരുമ്പോൾ അതെന്തായിരിക്കും? ചെരിവ് ഉയരമാവും, സ്ലാന്റ് ഹൈറ്റ് ആവും. അതിനെ എൽ എന്നെടുക്കും. അതെത്രയാണ്? 10 സെന്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. ഇങ്ങനെ 2 വിവരങ്ങൾ തന്നിട്ട് നമ്മളോട് പറഞ്ഞു ഇതുപോലെ എന്ന് വെച്ചാൽ ആ രൂപത്തിൽ ഇങ്ങനെ നിൽക്കുന്ന, കൂർത്ത് നിൽക്കുന്ന സ്തൂപികാകൃതിയിലുള്ള പിരമിഡിന്റെ രൂപത്തിലുള്ള 500 കളിപ്പാട്ടങ്ങൾക്ക് പെയിന്റ് അടിക്കാനുള്ള ചെലവ് അത് അവിടെ നിൽക്കട്ടെ. 500 എണ്ണത്തിനോ 1000 എണ്ണത്തിനോ അതല്ല നമ്മുടെ വിഷയം. നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇപ്പോ ഒരെണ്ണത്തിൽ പെയിന്റ്, ഇപ്പൊ നമ്മുടെ വീട് പെയിന്റ് അടിക്കാൻ, നമ്മുടെ വീട് പെയിന്റ് അടിക്കണമെങ്കിൽ അവരെന്താവും പെയിന്റ് പഠിക്കാൻ നോക്കുക? വീട് പെയിന്റ് അടിക്കണമെങ്കിൽ ആ വീടിന്റെ വലുപ്പം അറിയണല്ലേ. അല്ലാതെ അവര് രാവിലെ തന്നെ ഒരു ദിവസം പെയിന്റ് അടിക്കാണ്ട് അറിയുമ്പോൾ പെയിന്റ് ബക്കറ്റ് എടുത്തുകൊണ്ട് വരികയാണോ? ബ്രഷ് എടുത്തുകൊണ്ട്? അല്ല. ആദ്യം അവര് വലിപ്പം കണക്കാക്കും, എന്നിട്ട് എത്ര പെയിന്റ് വേണ്ടിയെന്നൊക്കെ കണക്കാക്കിയിട്ടല്ലേ തുടങ്ങുക. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാവണം? 500 എണ്ണത്തിന്റെ കാര്യം അടക്കട്ടെ. ആദ്യം ഒരെണ്ണത്തിന്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ ഉയരം, വീതി, തടി ഇതൊന്നുമല്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഒരെണ്ണത്തിന്റെ എന്താ വലിപ്പം എന്നുള്ളത് കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത് ഉപരിതല പരപ്പളവാണ്. എന്താണ്? ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് 1 ടോയ്. ഒരെണ്ണത്തിന്റെ. എങ്ങനെയാണ് ഇതിന്റെ ഉപരിതല പരപ്പളവ് കാണുക? ഇതൊരു സ്ക്വയർ പിരമിഡിന്റെ ആകൃതിയിലാണ്, നമ്മളോട് പറഞ്ഞു അല്ലെ, സമചതുര സ്തൂപിക ആകൃതിയിലാണ്. അപ്പോൾ അതിന്റെ സമവാക്യം നമുക്കറിയാം, a² + 2al പാദ പരപ്പളവ് പ്ലസ് പാർശ്വപരപ്പളവ്, ബേസ് ഏരിയ പ്ലസ് ലാറ്ററൽ ഏരിയ ആണല്ലോ. കറക്റ്റ് അല്ലേ? നമുക്കറിയാലോ. ഇനി ഈ സംഖ്യകളൊക്കെ നമ്മുടെ ഉണ്ട്. എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 ആണ്. അപ്പൊ 16² പ്ലസ് 2 2 2 ഇൻറ്റു എ 16 ഇൻറ്റു എൽ എത്രയാണ്? 10. 16ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 256 പ്ലസ് 2 × 16 32, 32 × 10 320. ഇത് കൂട്ടിയാൽ 576 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് മലയാളത്തിൽ, അല്ലെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ. ചതുരശ്ര സെന്റിമീറ്റർ എന്ന് മലയാളത്തിൽ പറയാം, അല്ലെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് ഇംഗ്ലീഷിൽ പറയാം. കിട്ടിയല്ലോ. ഇനിയോ? അപ്പൊ ഒരെണ്ണത്തിന്റെ കിട്ടി. ഇങ്ങനത്തെ എത്ര എണ്ണം ഉണ്ട്? 500 എണ്ണം ഉണ്ട്. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് എന്താ കണ്ടുപിടിക്കണ്ടേ? 500 എണ്ണത്തിന്റെ ഉപരിതല പരപ്പളവ്, ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് 5000 അല്ല ടോയ്സ് അല്ലെ. എങ്ങനെ കണ്ടുപിടിക്കുക? ഒരെണ്ണത്തിന്റെ 576 ആണെങ്കിൽ അതിനെ 500 കൊണ്ട് ഗുണിച്ചാൽ 500 എണ്ണത്തിന്റെ കിട്ടില്ലേ? ഈസി. ഉത്തരം 2,88,000 2,88,000 സെന്റിമീറ്റർ സ്ക്വയർ അഥവാ ചതുരശ്ര സെന്റിമീറ്റർ ആണ്. ക്ലിയർ? അപ്പൊ 500 എണ്ണത്തിന്റെ കിട്ടി. ഇനി നമ്മളോട് എന്താ പറയുന്നത്? ആയിക്കോട്ടെ, അങ്ങനെ 500 എണ്ണം ഉണ്ട്. അതിന് പെയിന്റ് അടിക്കാൻ 1 ചതുരശ്ര മീറ്ററിന്, അഥവാ 1 ചതുരശ്ര മീറ്റർ അല്ലെ മീറ്റർ, അഥവാ 1 മീറ്റർ സ്ക്വയറിന് 80 രൂപയോ. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. എന്താ പ്രശ്നം? നമ്മളോട് പെയിന്റ് അടിക്കാനുള്ള ചെലവ് പറഞ്ഞത് 1 മീറ്റർ സ്ക്വയറില, ചതുരശ്ര മീറ്ററില അല്ലെ. പെയിന്റ് അടിക്കാനുള്ള ചെലവ് മീറ്റർ സ്ക്വയറിലാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾക്ക് ഇതുവരെ കിട്ടിയ അളവുകളെല്ലാം സെന്റിമീറ്ററിലാണ്, ചതുരശ്ര സെന്റിമീറ്റർ അല്ലെ, സെന്റിമീറ്റർ സ്ക്വയർ അല്ലെ. അപ്പൊ ഇത് ശരിയാവോ? ഇല്ല. ഇത് രണ്ടാണ്. ചതുരശ്ര സെന്റിമീറ്റർ വരെ വേറെയാണ്, ചതുരശ്ര മീറ്റർ വേറെയാണ്. ഓക്കെ, cm² വരെ മീറ്റർ സ്ക്വയർ വരെ. ഓക്കെ, രണ്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർ ആക്കണം. അതിനെന്താ ചെയ്യാ? സെന്റിമീറ്റർ സ്ക്വയറിനെ അഥവാ ചതുരശ്ര സെന്റിമീറ്ററിനെ 10,000 കൊണ്ട് ഹരിച്ചാൽ മതി.
ഡിവൈഡഡ് ബൈ 10,000 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മീറ്റർ സ്ക്വയർ കിട്ടും. എങ്ങനെയാണ് ചെയ്യാ നോക്കിയോക്കെ. ഇവിടെ സെന്റിമീറ്റർ സ്ക്വയർ അഥവാ ചതുരശ്ര സെന്റിമീറ്റർ നമുക്കറിയാം 2,88,000. അതിനെ ഏത് കൊണ്ട് ഹരിക്കുക? 10,000 കൊണ്ട്. പൂജ്യങ്ങൾ വെട്ടാലോ. അപ്പൊ 288 ഹരിക്കണം 10 എന്ത് കിട്ടും? 28.8. ഇതാണ് മീറ്റർ സ്ക്വയർ അഥവാ ചതുരശ്ര മീറ്റർ. അപ്പോ സെന്റിമീറ്റർ സ്ക്വയറിൽ കിട്ടിയത് നമ്മൾ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റി. ചതുരശ്ര സെന്റിമീറ്ററിലെ ചതുരശ്ര മീറ്റർ ആക്കി. കാരണം പൈസ കണക്ക് തന്നത് മീറ്ററിലാണ്. അപ്പൊ നമ്മുടെ ഉത്തരം എഴുതണമെങ്കിൽ, ഫൈനൽ ആൻസർ എഴുതണമെങ്കിൽ അത് മീറ്ററിലേക്ക് മാറ്റണം. ഇനി നമുക്ക് ഫൈനൽ ആൻസർ എഴുതാം. എന്താ ഫൈനൽ ആൻസർ? ടോട്ടൽ കോസ്റ്റ്, ആകെ ചിലവ് അല്ലെ, 1 മീറ്ററിന് 80 രൂപ. 1 മീറ്ററിന് 80 രൂപ. അപ്പൊ 28.8നോ എങ്ങനെ കണ്ടുപിടിക്കുക? ഈസി. 28.8 ഗുണിക്കണം 80 ചെയ്താൽ പോലെ. അപ്പൊ ഉത്തരം കിട്ടുക 2,304 രൂപ. 2,304 രൂപ. ഗുണിച്ചു നോക്കിയാൽ മതി കേട്ടോ. എനിക്കറിയാവുന്നതുകൊണ്ട് എഴുതി വെച്ചതാണ്. ഈസി അല്ലേ? ഇതാണ് നല്ലത്. അടുത്തതായിട്ട് ഇവിടുന്ന് ചെയ്യേണ്ട ചോദ്യം അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട ചോദ്യം പേജ് നമ്പർ 262 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. എന്താ ക്വസ്റ്റ്യൻ? A square pyramid of base edge 10 cm and height 12 cm is to be made of papers. What should be the dimensions of the triangle? എന്താണ് ചോദ്യം? പാദവക്ക് 10 സെന്റിമീറ്ററും ഉയരം 12 സെന്റിമീറ്ററുമായ ഒരു സമചതുര സ്തൂപിക പേപ്പർ ഉപയോഗിച്ചുണ്ടാക്കണം എങ്കിൽ അതിന്റെ ത്രികോണത്തിന്റെ അളവുകൾ എന്തൊക്കെ? അതെന്താ അങ്ങനെ നോക്കല്ലേ? ഈസിയാണ്. നമ്മളോട് എന്താ പറഞ്ഞ ഒരു സമചതുര സ്തൂപിക അഥവാ സ്ക്വയർ പിരമിഡ് ആണെങ്കിൽ ആലോചിക്കുക. ബേസ് പാദം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അടിഭാഗം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സമചതുരമായിരിക്കും. അറിയാലോ? ഈസി അല്ലേ? അതിന്റെ ബേസ് എഡ്ജ് 10 ആണ് എന്ന് പറഞ്ഞു. പാദവക്ക് 10. അപ്പൊ A 10 ആണ്. ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉയരം തന്നിട്ടുണ്ട്, അതടക്കട്ടെ. ഇതിന് ത്രികോണങ്ങൾ ഉണ്ടാവുമല്ലോ 4 സൈഡില്. 4 ത്രികോണങ്ങൾ ഉണ്ടാവും. എല്ലാം ഒരുപോലെയാണ്. അപ്പൊ ഒരെണ്ണത്തിന്റെ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ഈ ത്രികോണത്തിന്റെ വശങ്ങൾ കണ്ടെത്തുക അല്ലെങ്കിൽ ത്രികോണത്തിന്റെ അളവുകൾ, ഡയമെൻഷൻസ് എന്നാണ് പറഞ്ഞ അളവുകൾ. ഇതിന്റെ അളവുകൾ കണ്ടെത്തുക. ഏതൊക്കെയാവും അപ്പൊ അളവുകൾ? ആ അളവുകൾ എന്ന് പറഞ്ഞാൽ ആദ്യം പാദവക്ക് വേണം, പാർശ്വവക്ക് വേണം, ഉയരം വേണം, ത്രികോണത്തിന്റെ ഉയരം വേണം അല്ലെ? ഏതൊക്കെ വേണം? ബേസ് എഡ്ജ്, ലാറ്ററൽ എഡ്ജ്, പിന്നെ ഹൈറ്റ്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നും നോക്കിയല്ലോ. ഈസി ആയിട്ട് ഒരെണ്ണം 10 കിട്ടും. എന്താ? ഇവിടെ പാദവക്ക് 10 ആണ്, A 10 ആണ് അല്ലെ? ബേസ് എഡ്ജ് 10 ആണെങ്കിൽ ഇവിടെയും A ഈ ഇതെന്ത് തന്നെ ആയിരിക്കും? 10 തന്നെ ആയിരിക്കും. അത് ഈസി ആണല്ലോ. ഇവിടെ രണ്ടാമത് തന്നത് എന്താ? അത് ഇമ്പോർട്ടന്റ്. ചോദ്യത്തിൽ ഉയരം ഹൈറ്റ് 12 പറഞ്ഞു. ഇത് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഏതാ? ഈ ത്രികോണത്തിന്റെ ഉയരമാണോ ചോദ്യത്തിൽ തന്നത്, അതോ സ്തൂപികയുടെ ഉയരമാണോ? ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണോ അതോ പിരമിഡിന്റെ ഹൈറ്റ് ആണോ? ഏതാ? നമുക്കറിയാം ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആയിരുന്നു എങ്കിൽ നമുക്ക് തരേണ്ടിയിരുന്നത് L ആണ്. L എന്ന് വെച്ചാൽ സ്ലാന്റ് ഹൈറ്റ്, ചെരിവ് ഉയരം എന്ന് തരണമായിരുന്നു. ഇത് അങ്ങനെയാണോ? അല്ല. വെറും ഉയരം എന്ന് പറഞ്ഞാൽ അത് H ആണ്. അത് 12 സെന്റിമീറ്റർ ആണ്. അഥവാ ഇത് ഹൈറ്റ് ഓഫ് ദി പിരമിഡ്, സ്ക്വയർ പിരമിഡ് അഥവാ സമചതുര സ്തൂപികയുടെ ഉയരമാണ്, H ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം H തന്നു, A തന്നു. ഇനി എന്തൊക്കെ കണ്ടുപിടിക്കണം? L കണ്ടുപിടിക്കണം, അതേപോലെ E കണ്ടുപിടിക്കണം. E എന്ന് വെച്ചാൽ പാർശ്വവക്ക്, ലാറ്ററൽ എഡ്ജ്. രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, തന്നത് H-ഉം A-യും, കണ്ടുപിടിക്കേണ്ടത് L-ഉം E-യും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ H-ഉം A-യും തന്ന സ്ഥിതിക്ക് അത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അതിൽ അംശമൊന്നുമില്ലോ, തന്നത് വെച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ H-ഉം A-യും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഇക്വേഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ? H² = L² - A/2 ഹോൾ സ്ക്വയർ. ഓർമ്മണ്ടോ? ഇത് H² അഥവാ ഹൈറ്റ്, ഉയരം കാണാനുള്ള സമവാക്യമായിട്ടാണ് ഞാൻ പറഞ്ഞു തന്നെ. പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് ഏത് കണ്ടുപിടിക്കാൻ കഴിയും? L കണ്ടുപിടിക്കാൻ കഴിയും. എങ്ങനെ? H-ന് പകരം നമുക്ക് വാല്യൂ അറിയാം, 12. 12² L നമുക്കറിയില്ല, L തന്നെ. മൈനസ് A ഇവിടെ നമുക്കറിയാം 10/2 ഹോൾ സ്ക്വയർ. 12ന്റെ സ്ക്വയർ 144 സമം
എൽ സ്ക്വയർ മൈനസ് 10/2 എത്രയാണ് 5. അപ്പൊ 5 സ്ക്വയർ. ഈ മൈനസ് 5 സ്ക്വയർ ഇങ്ങോട്ട് പോന്നാൽ എന്താവും പ്ലസ് 5 സ്ക്വയർ. 5ന്റെ സ്ക്വയർ 25. അപ്പൊ അത് എൽ സ്ക്വയർ ആയി. അപ്പൊ നമുക്ക് മനസ്സിലായി എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 169 ആണ്. അങ്ങനെ വരുമ്പോ എൽ എന്ന് പറഞ്ഞാൽ അതെന്താ സ്ക്വയറിന് അപ്പുറത്തേക്ക് തട്ടിയാൽ മതി. അപ്പൊ അത് റൂട്ടാവും. റൂട്ട് 169 അഥവാ 13. അപ്പൊ നമുക്ക് എന്ത് കിട്ടി എൽ അഥവാ സ്ലാന്റ് ഹൈറ്റ് കിട്ടി. ഓക്കെ ആണോ? അപ്പൊ നമ്മുടെ ഇപ്പം എന്തൊക്കെ ചെരുവുയരമായി ഹൈറ്റ് തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട് അല്ലെ, പാദവക്കും ഉയരവും തന്നിട്ടുണ്ട് ഉണ്ടല്ലോ. അപ്പൊ ഈ 3 വെച്ചിട്ട് ഇനിയിപ്പോ നമുക്കിവിടെ ആവശ്യം ആരെ, നമുക്കിവിടെ ആവശ്യം ഇ കൂടിയാണ്. ഏത് വെച്ചിട്ട് ഇ കണ്ടുപിടിക്കുക? ഈ വരുന്ന രീതിയിൽ നമ്മളൊരു ഇക്വേഷൻ, ഒറ്റ ഇക്വേഷൻ പഠിച്ചിട്ടുള്ളൂ. അതേതാ? എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ സ്ക്വയർ മൈനസ് a/2 ഹോൾ സ്ക്വയർ അല്ലേ? ഇത് ചിലപ്പോ ഈ രണ്ട് ഇക്വേഷൻസും ഇതും അതുപോലെ ഇതും വേറെ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധ്യതയുണ്ട്. ഇതിപ്പോ ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ എന്നൊക്കെ ആക്കാം. ഓക്കെ, ഞാൻ ഇതിന്റെ പ്രൈമറി യൂസ് ആയിട്ട് ഞാൻ കാണുന്നത് ചെരുവുയരമാണ്, സ്ലാന്റ് ഹൈറ്റ് കാണാനാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എങ്ങനെ പഠിച്ചാലും വിഷയമില്ല. നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതിയാൽ ഇതിൽ നിന്ന് എൽ കാണാൻ പറ്റും, ഇ കാണാൻ പറ്റും, എ കാണാനും പറ്റും. അതുപോലെ ഇവിടെ എച്ച് കാണാൻ പറ്റും, എല് കാണാൻ പറ്റും, എ കാണാൻ പറ്റും. മൾട്ടി പർപ്പസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കിയാലോ. എൽ എന്താ കിട്ടിയത്? എല് നമുക്ക് കിട്ടിയത് 13. അപ്പൊ എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 13 സ്ക്വയർ ഈക്വൽ ടു ഇ നമുക്കറിയില്ല, ഇ സ്ക്വയർ അവിടെ നിൽക്കട്ടെ. എ നമുക്കറിയാം, എ എത്രയാണ് 10. അപ്പൊ 10/2 ഹോൾ സ്ക്വയർ. 13ന്റെ സ്ക്വയർ 169. ഇ സ്ക്വയർ അവിടെ നിൽക്കട്ടെ. 10/2 5 സ്ക്വയർ. നേരത്തെ പോലെ -5 ഇങ്ങോട്ട് പോന്നാൽ +5 സ്ക്വയർ ആവും. +5ന്റെ സ്ക്വയർ 25 ഇ സ്ക്വയർ. അപ്പൊ ഇ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 194. അപ്പൊ ഇ എന്താ വരിക? റൂട്ട് 194. അറിയാത്തവർ ഇവിടെ വെച്ച് നിർത്തിക്കോളുക. കഴിയുന്നവർ ഇതിനൊരു ഏകദേശ വില എടുക്കാൻ നമുക്ക് കഴിയും. സിമിലർ ക്ലോസ് ആയിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് എടുക്കാൻ കഴിയും. അത് 14 ആണ്. കാരണം എന്താ കാരണം? 14ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 196 ആണ്. അപ്പൊ അത് വളരെ ക്ലോസ് ആണ്. 196 194. അതുകൊണ്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ 14 എന്ന് എടുക്കാം. അല്ലാത്തവർ ഇവിടെ വെച്ച് നിർത്തിക്കോളുക, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഉത്തരങ്ങളായാലോ, എല്ലാമായി. ട്രയാങ്കിൾസിന്റെ ഡയമെൻഷൻസ്, ത്രികോണത്തിന്റെ വശങ്ങളാണ് കണ്ടുപിടിക്കുക, ത്രികോണത്തിന്റെ അളവുകളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ആദ്യം നമുക്ക് പാദവക്ക് കിട്ടി. അത് നമ്മൾ കണ്ടുപിടിച്ചോന്നല്ല, നമ്മൾ മനസ്സിലാക്കിയതേ ഉള്ളൂ അല്ലെ. ബേസ് എഡ്ജ് കിട്ടി. അതെത്രയാണ്? ചോദ്യത്തിൽ തന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി 10 സെന്റിമീറ്റർ ആണ്. പിന്നെ നമ്മൾ ഏത് കിട്ടി? പാർശ്വവക്ക് കണ്ടുപിടിച്ചപ്പോ ലാസ്റ്റ് ലാറ്ററൽ എഡ്ജ് അല്ലേ. അപ്പൊ അത് എത്രയാണ്? 14 എന്ന് എഴുതാം, അല്ലെങ്കിൽ റൂട്ട് 194 എന്ന് എന്ത് വേണം എഴുതാം. ഏകദേശം ക്ലിയർ. പിന്നെ ചെരിവ് ഉയരം അഥവാ സ്ലാന്റ് ഹൈറ്റ്, അതെത്രയാണ്? സ്ലാന്റ് ഹൈറ്റ് അവിടെ 13 സെന്റിമീറ്റർ. എല്ലാം കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ. ഈ സൈഡ് 13 ആണെങ്കിൽ ഈ സൈഡും 13 തന്നെയാണ്. രണ്ടും ഇ ആണ്, സംശയമില്ലല്ലോ. ക്ലിയർ അല്ലേ? അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 263 ഒന്നാമത്തെ ചോദ്യമാണ്. എന്താ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ വോളിയം ഓഫ് എ സ്ക്വയർ പിരമിഡ് ഓഫ് ബേസ് എഡ്ജ് 10 സെന്റിമീറ്റർ ആൻഡ് സ്ലാന്റ് ഹൈറ്റ് 15 സെന്റിമീറ്റർ അല്ലേ? ഈസി ആയ ക്വസ്റ്റ്യൻ ആണ്. ഞാനൊന്ന് കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നോക്കി നോക്കാം. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? വോളിയമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്, അഥവാ വ്യാപ്തം. സ്ക്വയർ പിരമിഡ്, സമചതുര സ്തൂപികയുടെ വ്യാപ്തം. അത് കാണാനുള്ള ഇക്വേഷൻ എന്താ? നമുക്കറിയാം, a സ്ക്വയർ h/3 അല്ലെ. 1/3 a സ്ക്വയർ h എന്നൊക്കെ ചിലപ്പോ ചിലർക്ക് പഠിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെയും പറയാം, ഇങ്ങനെയും പറയാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ a തന്നിട്ടുണ്ട്, അഥവാ പാദവക്ക് നമുക്ക് തന്നിട്ടുണ്ട്. അതെത്രയാണ്? പാദവക്ക് എന്ന് പറഞ്ഞാൽ ബേസ് എഡ്ജ് 10 ആണ്. ഓക്കെ, h ആണ് പിന്നെ നമുക്ക് ആവശ്യം. a ഉണ്ട്, h ആണ് ആവശ്യം. h ഇവിടെ തന്നിട്ടോ? ഇല്ല. h തരാത്ത സ്ഥിതിക്ക് h കണ്ടുപിടിക്കാൻ നമ്മൾ h സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ മൈനസ് a/2 ഹോൾ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കണം. കാരണം
ഇവിടുത്തെ എല്ല് നമുക്കറിയാം. എന്താ എല്ല്? സ്ലാന്റ് ഹൈറ്റ്, ചെരിവ് ഉയരം എത്രയാണ്? 15 അപ്പൊ 15 സ്ക്വയർ മൈനസ് a/2. a 10 അപ്പൊ 10/2 ഹോൾ സ്ക്വയർ അഥവാ 15ന്റെ സ്ക്വയർ 225 മൈനസ് 10/2 5 സ്ക്വയർ. അപ്പൊ എന്ത് കിട്ടും? h സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225 മൈനസ് 5ന്റെ സ്ക്വയർ. 5ന്റെ സ്ക്വയർ 25. അപ്പൊ 225 25 കുറച്ചാൽ എത്ര വരിക? 200. 225 കുറക്കണം 25 എന്നാണ് വരിക അല്ലെ? അപ്പൊ 200. അപ്പൊ h എന്താ വരിക? h എന്ന് പറഞ്ഞാൽ √200. ഇതിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു ഏകദേശ സംഖ്യ എടുക്കാം. 14 എന്ന് എടുക്കാം, അല്ലെങ്കിൽ ഒരു 14.1 ഒക്കെ എടുത്താൽ കറക്റ്റ് ആയിരിക്കും. കാരണം 14ന്റെ സ്ക്വയർ എത്രയാണ്? ഇപ്പൊ ചെയ്തിട്ടേ ഉള്ളൂ, 196 ആണ്. അപ്പൊ ഏകദേശം 14.1 ഒക്കെ എടുത്താൽ കറക്റ്റ് ആവുന്നതാണ് റിഗസ്. ഓക്കെ, ഏകദേശം. ഇനി അതറിയില്ലെങ്കിൽ √200 എഴുതിയാലും മതി. ഓക്കെ, അപ്പൊ ഇനി ഇവിടേക്ക് വരിക a സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ ഇൻറ്റു √200 ആണ് വെച്ചല്ലേ. അപ്പൊ √200/3 പേരാണല്ലോ. അടുത്തതോ 10ന്റെ സ്ക്വയർ 100 ഇൻറ്റു √200. ഇങ്ങനെ ആക്കാൻ കഴിയാത്തവര് √200 കണ്ടിന്യൂ ചെയ്യാം, അല്ലാത്തവര് 14.1 എഴുതുക. അത് ഇവിടെ തന്നെ വേണമെങ്കിൽ എഴുതാട്ടോ. ഞാൻ മനസ്സിലാവാൻ വേണ്ടി രണ്ട് രീതിയിലും എഴുതാമെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് രണ്ട് രീതിയിൽ എഴുതി കാണിച്ച്. /3. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 1410. ഒന്ന് ഗുണിച്ചു നോക്കുക. ഇത് രണ്ട് നമ്മൾ ഗുണിച്ചെത്ര വരും? 1410 ഹരിക്കണം 3 എന്ന് വരും. 1410 ഹരിക്കണം 3 എന്ന് പറഞ്ഞാൽ 14ൽ 4 പ്രാവശ്യം 12, 2, 1, 7 പ്രാവശ്യം 21, 0 അല്ലെ. 0 ഇറക്കി ചെയ്തിട്ട് കാര്യമില്ല, മേപ്പെട്ട് കയറ്റി എഴുതി. അപ്പൊ എന്ത് ഉത്തരം കിട്ടി? 470. അപ്പൊ വോളിയം എന്ന് പറഞ്ഞാൽ 470 സെന്റിമീറ്റർ ക്യൂബ്, ചതുരശ്ര സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, ഇനി ഈ റൂട്ട് ഇങ്ങനെ എടുക്കാൻ 14.1 എടുക്കാൻ അറിയാത്തവർക്ക് ഉത്തരം എന്തായിരിക്കും? 100 ഇൻറ്റു √200/3 എന്ന് വരും. 100നെ 3 കൊണ്ട് ഹരിച്ചാൽ 33.3 എന്ന് വരും. ഇൻറ്റു √200 എന്ന് എഴുതി നിർത്തേണ്ടി വരും. അങ്ങനെ ഒരു ആൻസറിനേക്കാൾ നല്ലത്, ഈ ഒരു ആൻസറിനേക്കാൾ നല്ലത് നമ്മളൊരു ഏകദേശം വരെ എടുക്കുകയാണ്. അതിന് ഏതൊരു സംഖ്യ കാണുമ്പോഴും അതിന് റൂട്ട് ഇല്ലെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പിലും തൊട്ട് ശേഷവുമുള്ള റൂട്ടുള്ള സംഖ്യകൾ ഏതാണെന്ന് അറിയണം, എന്നാലേ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അതൊന്ന് കൃത്യമായിട്ട് പഠിച്ചോളാം. ഒരു 10, 20, 30 വരെയൊക്കെയുള്ള റൂട്ടുള്ള സംഖ്യകളൊക്കെ ഒന്ന് പഠിച്ചേക്കുന്നത് വളരെ നല്ലതാണ്. സ്ക്വയറും റൂട്ടും ഒന്ന് പഠിച്ചേക്കുന്നത് വളരെ നല്ലതാണ്. ക്ലിയർ ആണല്ലോ? ഇനി ഒരു ഡൗട്ട് ഇല്ലല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതിലെ മൂന്നാമത്തെ, ഇതേ പേജിലെ മൂന്നാമത്തെ ചോദ്യം നോക്കിക്കേ. എന്താ ചോദ്യം? The base edge of two square pyramids are in the ratio 1:2 and their heights are in the ratio 1:3. The volume of first is 180 cubic centimeter. What is the volume of second? ആഹാ, നല്ല ക്വസ്റ്റ്യൻ. എന്താ അവിടെ തന്നത് മനസ്സിലാക്കണം. എന്താ? ഒരു സമചതുര സ്തൂപികയുടെ പാദവക്കുകൾ 1:2 എന്ന അംശബന്ധത്തിലും ഉയരം 1:3 എന്ന അംശബന്ധത്തിലുമാണ്. ആദ്യത്തേതിന്റെ വ്യാപ്തം 180 ഘന സെന്റിമീറ്റർ ആണെങ്കിൽ രണ്ടാമത്തേതിന്റെ വ്യാപ്തം കാണാം. ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലെ? നമുക്ക് തന്നതൊന്ന് എഴുതിയാലോ? തന്നത് ഇവിടെ ആദ്യം തന്നെ മനസ്സിലാക്കുക. ഇവിടെ എന്തുണ്ട്? ഒരു വരനിട്ടോളി. എന്തിനാ? ഇവിടെ 2 സ്ക്വയർ പിരമിഡ് ഉണ്ട്. അപ്പോ ഒന്ന് ഫസ്റ്റ് സ്ക്വയർ പിരമിഡ്, സ്ക്വയറിനായിട്ട് എഴുതിയതിന് പിരമിഡ് അഥവാ ഒന്നാം സമചതുര സ്തൂപിക. ഇവിടെ എങ്ങനെ വരാതിരിക്കുക? ഇങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല കേട്ടോ, ഞാൻ മനസ്സിലാവാൻ വേണ്ടി ചെയ്യാണ്. ഇവിടെ രണ്ടാം സമചതുര സ്തൂപിക അഥവാ സെക്കൻഡ് രണ്ടൊക്കെ മാറിപ്പോയി, സെക്കൻഡ് സ്ക്വയർ പിരമിഡ്. ഓക്കെ ആണോ? നോക്കല്ലേ? ഇങ്ങനെ എഴുതുക. വെറുതെ ഒരു കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. എന്നിട്ടോ എന്താ അവിടെ തന്നിട്ടുള്ളത്? ഇതിന്റെ ബേസ് എഡ്ജുകൾ, ഈ രണ്ടെണ്ണത്തിന്റെയും ബേസ് എഡ്ജുകൾ 1:2 എന്നുള്ള റേഷ്യോയിലാണ്. എന്താ പറഞ്ഞത്? ഇതിന്റെ രണ്ടിന്റെ പാദവക്കുകൾ, ബേസ് എഡ്ജ് അഥവാ പാദവക്ക്
രണ്ടിനും ഉണ്ടാവുമല്ലോ പാദവക്ക്, ബേസ് എഡ്ജ് ഉണ്ടാവുമല്ലോ, അതിന്റെ അംശമൊന്നുമില്ല, രണ്ടിനും ഉണ്ടാവും. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ രണ്ടെണ്ണത്തിനും പാദവക്ക് ഉണ്ടാവും. അവര് 1:2 എന്നുള്ള അംശബന്ധത്തിലാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? രണ്ട് രീതി ചെയ്യാം. എനിക്ക് ഈസി എന്ന് തോന്നുന്നത് ഇതിനെ 1 എടുക്കുക, ഇവിടെ 2 എടുക്കുക. അതെന്തുകൊണ്ടാണ് 1 ഉം 2 എടുക്കാൻ കാരണം? 1:2 എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് 1, ഇത് 2. ക്ലിയർ അല്ലേ? അങ്ങനെ ആയിക്കോട്ടെ. അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. പിന്നെന്താ പറഞ്ഞത്? ഇവരുടെ ഹൈറ്റ്, രണ്ടിന്റെ ഹൈറ്റ്, ഉയരങ്ങൾ, ഉയരം ഇവിടെയുണ്ട് ഹൈറ്റ്, ഇപ്പുറത്തും ഉണ്ട് ഹൈറ്റ്, ഉയരം. അത് ഏത് അംശബന്ധത്തില? റേഷ്യോല 1:3 എന്നുള്ള റേഷ്യോല. അപ്പോഴും ഇവിടെ 1 അല്ലേ ആദ്യം, രണ്ടാമതാണ് 3. ഇങ്ങനെ എഴുതുക. ഇതല്ലേ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇതിനെന്ത് എഴുതാം? പാദവക്കിനെ, ബേസ് എഡ്ജിനെ എ എന്നുള്ള അക്ഷരം കൊണ്ടാണ് എഴുതുക. അപ്പോൾ 1 എ എന്ന് എഴുതാം, അഥവാ ഇത് വെറുതെ എ എന്ന് മാത്രം എഴുതാം. ഓക്കെ ആണോ? എ എന്നുള്ള അക്ഷരം കൊണ്ട് സൂചിപ്പിക്കൊണ്ട് ഒരു എ എന്ന് എഴുതേണ്ട ആവശ്യമില്ല. എ ഇവിടെ 2 എണ്ണം ഉണ്ടപ്പോ 2 എ ഇങ്ങനെ എഴുതാം. ഇവിടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എച്ച് ആണ്, ഒരെണ്ണാണ് ഇവിടെ ഉള്ളത്, 1 എച്ച്, ഒരെച്ച് എന്ന് പറയേണ്ട ആവശ്യമില്ല, എച്ച് എന്ന് പറഞ്ഞാൽ. ഇവിടെ 3 എണ്ണം ഉള്ളതുകൊണ്ട് 3 എച്ച്, അല്ലാതെ നിവർത്തിയില്ല. ഇങ്ങനെ എഴുതാം. രണ്ട് രീതിയിലും എഴുതാം, ഇങ്ങനെ എഴുതിയാലും മതി, രണ്ട് രീതിയായാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മളോട് എന്താ പറഞ്ഞേ? അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിന്റെ വ്യാപ്തം, ഒന്നാമത്തേന്റെ വോളിയം വ്യാപ്തം 180 ആണ്. ഒന്നാമത്തെ വോളിയം എത്രയാണ്? 180 ആണ്. ഇനി എന്താ ചെയ്യാ? നോക്കിക്കേ, വോളിയം അഥവാ വ്യാപ്തമാണല്ലോ അല്ലെ, 180 അല്ലെ. ഇത് കാണാനുള്ള ഇക്വേഷൻ എന്താ? സമവാക്യം എന്താ? നമുക്കറിയാലോ, a²h/3. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? വോളിയം 180 ആണ്, അഥവാ വ്യാപ്തം 180 ആണെന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്താൽ കിട്ടുന്ന ഉത്തരം 180 ആണ്. ആണല്ലോ. ഈ ഹരിക്കണം 3 അങ്ങോട്ട് പോയാൽ എന്താവും? ഗുണിക്കണം 3 ആവും അല്ലെ. അപ്പൊ a²h ഇവിടെ നിൽക്കട്ടെ, 180 അവിടെ ഉണ്ട്, അത് അവിടെ നിൽക്കട്ടെ. ഹരിക്കണം 3, ഡിവിഷൻ അങ്ങോട്ട് പോയാൽ മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും? a²h എന്ന് പറഞ്ഞാൽ 180 × 3 = 540, 540. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്നിടുക. തന്ന വിവരം വെച്ച് നമ്മളിവിടെ എഴുതി. എന്നിട്ട് നമുക്ക് ഇനി അതൊന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. ഇതിനിപ്പോ മുന്നോട്ടൊന്നും ചെയ്യില്ല, കാരണം എ നമുക്കറിയില്ല, എച്ച് നമുക്കറിയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അവിടെ ഒന്ന് ശ്രമിച്ചു നോക്കാം എങ്ങനെ ചെയ്യാൻ. ഇവിടെയും നമുക്ക് കാണേണ്ടത് എന്താ? വോളിയം അല്ലെ, വ്യാപ്തം. അതിന്റെ ഇക്വേഷൻ എന്താ? സെയിം, a²h/3. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടുത്തെ എ എന്ന് പറഞ്ഞാൽ പാദവക്കിനെയാണല്ലോ എ എന്ന് പറയുന്നത്. ഇവിടുത്തെ പാദവക്ക്, ബേസ് എഡ്ജ് എന്ന് പറഞ്ഞാൽ 2a ആണ്. അപ്പൊ എ എന്നുള്ളത് മാറി 2a². എന്താവും? 2a എന്നാവും, 2a². ക്ലിയർ ആണല്ലോ? ഇൻറ്റു ഇവിടുത്തെ എച്ച് എന്ന് പറഞ്ഞാൽ ഉയരത്തിനെയാണല്ലോ എച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്, ഹൈറ്റ്. ഇവിടുത്തെ ഉയരം എത്രയാണ്? 3h ആണ്. അപ്പൊ 3h/3 ആണല്ലോ. ഈ 2a എന്തിനാ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തേ? അതെന്തിനാ? ആ സ്ക്വയർ എന്ന് പറയുന്നത് 2നും ബാധകമാണ്, അതേപോലെ എക്കും ബാധകമാണ്. അപ്പൊ 2a² ഗുണിക്കണം a² അല്ലെ. 2a എന്ന് വെച്ചാൽ 2a ഗുണിക്കണം a ആണ്, സംശയമൊന്നുമില്ലല്ലോ കാര്യത്തില്. 3h എന്ന് വെച്ചാൽ എന്താ? 3a ഗുണിക്കണം h ആണ്, /3. ക്ലിയർ ആണോ? ഈ 3 വെട്ടാം. അതെന്തുകൊണ്ടാ? ഒരു ഗുണിക്കണം 3 ഒരു ഹരിക്കണം 3 ഉണ്ടെങ്കിൽ വെട്ടാം. ഒരു ഗുണിക്കണം 3 ഒരു ഹരിക്കണം 3. ഇവിടെ ഗുണിക്കണം 3 അല്ലേ, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ, ഇവിടെ ഡിവിഷനും ഉണ്ട്. ഒരേ സാധനം മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വന്നാൽ ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ അത് വേണ്ട, അത് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എല്ലാത്തും കൊണ്ട് എഴുതിയിരിക്കും. അപ്പൊ ഇവിടെ നോക്കിക്കേ, 2a² എന്താ? 4. പിന്നെ ഇവിടെ ആരാ ബാക്കി? a². പിന്നെ ഇവിടെ ആരാ ബാക്കി? h. വേറെ ആരെങ്കിലും ബാക്കി ഉണ്ടോ? ഇല്ല. 4a²h എന്ന് വെച്ചാൽ 4 ഗുണിക്കണം a², h. ഇനി എന്തേലും വഴി നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ എന്ന് നോക്കി ബോർഡ് ശ്രദ്ധിച്ചേ. എന്തേലും ഐഡിയ ഉണ്ടോ? ഒരു ഐഡിയ ഉണ്ടല്ലോ. a²h എത്രയാണ്? 540 ആണ്. അപ്പൊ ഈ a²hന് പകരം നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 540 എന്ന് എഴുതാം. 4 ഗുണിക്കണം 540 2160 cm3, ക്യൂബിക് സെന്റിമീറ്റർ, ഘന സെന്റിമീറ്റർ എന്ന് എഴുതാം. അപ്പൊ ക്ലിയർ ആണല്ലോ? ഇതിൽ നിന്ന് തുടങ്ങി ഇതുവഴി പോയി ഇവിടെ എത്തി.
ശ്രദ്ധിച്ച് പഠിക്കേണ്ട കാര്യമാണ്. ഇങ്ങനത്തെ ചോദ്യത്തിന് നല്ല സാധ്യത ഉണ്ട്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തേക്ക് പോയാലോ. അങ്ങനെയാണെങ്കിൽ ഈ പോർഷനിൽ ചെയ്യുന്ന അവസാനത്തെ ചോദ്യം, ഞാൻ വളരെ ഡീപ്പായിട്ട് ക്ലാസ് പോകുന്നുണ്ട്, ഒരുപാട് ചോദ്യങ്ങളായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് ചെയ്യുന്ന അവസാനത്തെ ചോദ്യം എന്താണ്? പേജ് 263 തന്നെയാണ്. 5th ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ദ സ്ലാന്റ് ഹൈറ്റ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഈസ് 25 centimeters and its surface area is 896 square centimeters. What is its volume? എന്താണ്? ഒരു സമചതുര സ്തൂപികയുടെ ചെരിവ് ഉയരം 25 സെന്റിമീറ്ററും ഉപരിതല പരപ്പളവ് 896 ചതുരശ്ര സെന്റിമീറ്ററുമാണ് എങ്കിൽ വ്യാപ്തം കാണാനാണ്. അല്ലേ? വെറൈറ്റി ക്വസ്റ്റ്യൻ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേ. തന്നതൊന്നും എഴുതാം. തന്നത് വെച്ചിട്ടേ കണ്ടുപിടിക്കാൻ പറ്റൂ. എപ്പോഴും പറഞ്ഞ പോലെ. എന്താ അവിടെ തന്നെ? സ്ലാന്റ് ഹൈറ്റ് അഥവാ ചെരിവ് ഉയരം എല്ലാണല്ലോ. അതെത്രയാണ്? 25 സെന്റിമീറ്റർ ആണ്. പിന്നെ ഇവിടെ എന്താ തന്നെ? സർഫസ് ഏരിയ എന്ന് വെച്ചാൽ ടോട്ടൽ സർഫസ് ഏരിയ. മലയാളത്തില് എന്ത് പറയും? ഉപരിതല പരപ്പളവ്. അത് 896 ആണ്. എന്നിട്ട് നമ്മളോട് എന്ത് പറഞ്ഞു? ഞാൻ ഇവിടെ വരടാണെങ്കിൽ നമ്മളോട് വോളിയം അഥവാ വ്യാപ്തം. അപ്പൊ നമുക്കറിയാം വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ എന്താ? a²h/3. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ വ്യാപ്തം കാണാൻ അഥവാ വോളിയം കാണാൻ എയും എച്ചും വേണം. ഇവിടെ അത് രണ്ടും തന്നിട്ടില്ല, ഇല്ലല്ലോ. പക്ഷെ തന്നത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. ഉപരിതല പരപ്പളവ് തന്നിട്ടുണ്ടല്ലോ അല്ലെ? ഉപരിതല പരപ്പളവ് ഒന്ന് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാൽ അതുവഴി എന്തെങ്കിലും കിട്ടുമോ? ടോട്ടൽ സർഫസ് ഏരിയ. എങ്ങനെ ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ? അതിനുള്ള ഇക്വേഷൻ എന്താ? a² + 2al അല്ലേ? ആ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് 896 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിൽ അറിയാവുന്ന സംഖ്യകളൊക്കെ ഒന്ന് കൊടുത്തേ. a² നമുക്കറിയില്ല, 2a പകരമൊന്നുമില്ല. പക്ഷെ ഇൻറ്റു എല്ലിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 25 കൊടുക്കാം. അപ്പൊ ഇതെന്തായി? ഇതിന് മാറ്റമൊന്നുമില്ല, ഈ രൂപത്തിലായി. എല്ല് മാറി 25 വന്നു. ഇനിയോ a² ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്ലസ് 2 × 25 അല്ലെങ്കിൽ 2a ഗുണിക്കണം 25. 2 × 25 എന്താ? 50a. അപ്പൊ എന്തായി? 896. ഇനി എന്താ ചെയ്യാ? ഇനി എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? ഇപ്പൊ ചെറിയൊരു കണക്ഷൻ വേറെ ഏതോ പാഠത്തിലേക്ക് പോയിട്ടുണ്ട്, വേറെ 2 ചാപ്റ്റേഴ്സിലേക്ക് പോയിട്ടുണ്ട്. 2 രീതി ചെയ്യാം. ഒന്നെങ്കിൽ ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് വെച്ച് ചെയ്യാം ആണല്ലോ, അല്ലെങ്കിലോ പോളിനോമിയൽസില് ജനറൽ സൊല്യൂഷനില് -b ± √b² - 4ac/2a അത് വെച്ച് ചെയ്യാം. ഏത് വേണം? ഇവിടെ ഈസി സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്. പോളിനോമിയലിലെ ഇക്വേഷൻ വെച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് സ്ക്വയർ ഉണ്ടല്ലോ അല്ലെ? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ നമ്മൾ എന്താ പഠിച്ചത്? ഒരു സ്ക്വയർ വന്നാൽ അതിനെ എങ്ങനെയെങ്കിലും ഒരു പുകച്ച് പുറത്ത് ചടിച്ച് അപ്പുറത്തേക്ക് എത്തിക്കണം. സ്ക്വയറിനെ റൂട്ടാക്കണം, സ്ക്വയറിനെ അപ്പുറത്തേക്ക് ചടിച്ച് റൂട്ടാക്കണം. പക്ഷെ എന്താ അവിടുത്തെ പ്രശ്നം? സ്ക്വയറിനെ റൂട്ടാക്കണമെങ്കിൽ ഈ സ്ക്വയറിന്റെ ഈ സൈഡിലോ ആരും ഉണ്ടാവാൻ പാടില്ല, ലെഫ്റ്റിലും റൈറ്റിലും ആരും ഉണ്ടാവരുത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആരുണ്ട്? ഇവിടെ ശല്യക്കാരനുണ്ട്. ആരാ? ഇവിടുത്തെ ശല്യം 50a ആണ് അല്ലേ? എന്റെ റിവിഷൻ ക്ലാസ് കണ്ടവർക്ക് അറിയാം. ഇതാണ് ചെയ്യല്. 50a അല്ലേ ഇവിടുത്തെ ശല്യം? നോക്കിക്കേ, നമ്മൾ എന്താ ചെയ്യല്? 50a ആണ് ശല്യമെങ്കിൽ അതിലെ 50 ആ നമ്പർ അതിന്റെ പകുതി എടുക്കും. അപ്പൊ എന്താ കിട്ടിയേ? 25. എന്താ ചെയ്തേ? ശല്യക്കാരനെ ഇങ്ങോട്ട് എടുത്തെഴുതുക, അതിലെ നമ്പറിന്റെ പകുതി എടുക്കുക, /2 എന്ന് പറഞ്ഞാൽ പകുതിയാക്കുക. അപ്പൊ എന്ത് കിട്ടും? 25 കിട്ടും. അപ്പൊ a² + 50a ആണ് ഇവിടെ ഉള്ളത്. ഇതിന്റെ ഒപ്പം എന്ത് ചെയ്യണം? ഇപ്പൊ കിട്ടിയ ഈ ഉത്തരത്തിന്റെ 25 ആണെങ്കിൽ 25ന്റെ സ്ക്വയർ കൂട്ടണം. പക്ഷെ ഇവിടെ 25ന്റെ സ്ക്വയർ കൂട്ടിയാൽ അപ്പുറത്തും 25ന്റെ സ്ക്വയർ കൂട്ടണം. ഒരു സൈഡിൽ മാത്രമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. സമത്തിന്റെ 2 സൈഡിലും ഒരേപോലെ കൂട്ടണം. കൂട്ടി വെക്കാം. 25ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 625 ആണ് കേട്ടോ. അപ്പൊ ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? ഒരു ബ്രാക്കറ്റ് ഇടുക. ഇവിടെ സ്ക്വയർ ഉള്ളവരെ മാത്രമേ ഇല്ല. ഇവിടെ ആർക്കൊക്കെ സ്ക്വയർ ഉള്ളത്? ഇതുവരെ ഉള്ളതിൽ ആർക്കൊക്കെ സ്ക്വയർ ഉള്ളത്?
എക്ക് സ്ക്വയർ ഉണ്ട്, 25 സ്ക്വയർ ഉണ്ട്. അവിടെ മാത്രമല്ല എ കഴിഞ്ഞിട്ടുള്ള ചിഹ്നം ഏതാ? പ്ലസ് ആണ്. ആദ്യത്തെ ചിഹ്നം പ്ലസ് ആവുകൊണ്ട് നമ്മളും പ്ലസ്. രണ്ടിന്റെയും കൂടി സ്ക്വയറിന് പകരം ഒരൊറ്റ സ്ക്വയർ. രണ്ടിന്റെയും കൂടി സ്ക്വയറിന് പകരം ഒറ്റ സ്ക്വയർ സമം 896 അവിടെ നിൽക്കട്ടെ, പ്ലസ് 25ന്റെ സ്ക്വയർ ഞാൻ പറഞ്ഞു 625 ആണ്. ആണല്ലോ. അപ്പോ ഇനി എന്താ ചെയ്യാ? തൽക്കാലം ഇതൊന്നും ഇവിടെ നിന്നോട്ടെ. ഇതൊന്ന് കൂട്ടി നോക്കാം നമുക്ക്. എത്ര കിട്ടുക? ഇത് കൂട്ടിയാ കിട്ടുന്നത് 1521 കൂട്ടിയാ കിട്ടുക 1521 ആണ്. അപ്പൊ ഇനി എന്താ ചെയ്യണ്ടേ? ഇവിടെ സ്ക്വയർ ഉണ്ടല്ലേ, ഇപ്പൊ ഈ സ്ക്വയറിനെ നമുക്ക് അപ്പുറത്തേക്ക് ചാടിക്കാം. ഇപ്പൊ അത് ചാടിക്കാൻ പറ്റുന്ന പറയുന്നതിന്റെ കാരണം എന്താ? ഈ സ്ക്വയറിന്റെ ഇവിടെയും ഇവിടെയും ശല്യം ചെയ്യാൻ ആരുമില്ല അല്ലെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടും അവിടെ നിന്ന് അങ്ങോട്ടും ശല്യം ചെയ്യാൻ ആരുമില്ല. ബ്രാക്കറ്റിനുള്ള ഒരു സ്ക്വയറിന് ശല്യമല്ല, അവര് സ്ക്വയറിന്റെ കീഴിലാണ്. ഈ സ്ക്വയറിന്റെ കീഴിലാണ് ഇവര്, അത് നമുക്ക് കുഴപ്പമില്ല. അപ്പൊ ഈ സ്ക്വയറിനെ അങ്ങോട്ട് ചാടിച്ചാൽ ഇവിടെ എയും 25 ബാക്കിയാവും. അപ്പുറത്തേക്ക് പോയാൽ റൂട്ട് 1521 ആണ്. റൂട്ട് 1521 എന്ന് പറഞ്ഞാൽ അത് എത്ര വരിക? 39 ആണ്. എത്രയാണ് വരിക? 39. അപ്പൊ ഞാൻ ഇതിന്റെ ബാക്കി ഇവിടെ എഴുതുന്നുണ്ട്. അപ്പൊ എ പ്ലസ് 25 അവിടെ നിന്നോട്ടെ. റൂട്ട് 1521 എന്ന് പറഞ്ഞാൽ 39 ആണ്. അപ്പോൾ എ എന്തായിരിക്കും? എ എന്ന് പറഞ്ഞാൽ 39 പ്ലസ് 25 അങ്ങോട്ട് പോയാൽ മൈനസ് 25 അഥവാ 14. എന്ത് കിട്ടും? 14. അപ്പോൾ നമുക്ക് വ്യാപ്തം കാണാൻ ആവശ്യമായ എ കിട്ടി. അതെത്രയാണ്? 14. അപ്പൊ ഈ തന്ന വിവരത്തിന്റെ ഒരു ഉപയോഗം മനസ്സിലാക്കണം അല്ലെ. തന്നത് വ്യാപ്തവുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു ബന്ധമല്ല, വോളിയത്തിന് ഡയറക്റ്റ് ആയിട്ട് ഒരു ബന്ധമില്ലാത്ത സാധനം തന്നത്. പക്ഷെ ആ തന്നത് ഉപയോഗിച്ച് വേറെ പാഠങ്ങൾ ഉപയോഗിച്ച് എവിടെ എത്തി? എയിലെത്തി. തീർന്നോ? ഇല്ല. എച്ച് ഇപ്പോഴും അറിയില്ല. എച്ച് കാണണമെങ്കിൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ ആരൊക്കെ ഉണ്ട്? എയും ഉണ്ട്, എല്ലും ഉണ്ട്. അത് വെച്ച് എച്ച് കാണാൻ എന്താ ചെയ്യണ്ടേ? എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ മൈനസ് a/2 ഹോൾ സ്ക്വയർ. ഇത് നമ്മൾ കുറെ അതിൽ ഉപയോഗിക്കുന്നു. എൽ എന്ന് പറഞ്ഞാൽ 25. അപ്പൊ 25 സ്ക്വയർ മൈനസ് എ 14/2 ഹോൾ സ്ക്വയർ. 25ന്റെ സ്ക്വയർ നേരത്തെ പറഞ്ഞു 625 മൈനസ് 14ന്റെ പകുതി 7 സ്ക്വയർ. അപ്പൊ 625 മൈനസ് 49. അപ്പൊ എത്ര കിട്ടും? എച്ച് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 576 എന്ന് കിട്ടും. അപ്പൊ എച്ച് എന്തായിരിക്കും? സ്ക്വയർ അങ്ങോട്ട് പോയാൽ റൂട്ട് 576. റൂട്ട് 576 ഉണ്ടോ? റൂട്ട് 576 എന്ന് പറഞ്ഞാൽ അത് 24 ആണ്. അപ്പൊ എച്ച് കിട്ടി. ഇനി നമുക്ക് വ്യാപ്തം കാണാലോ. കാണാം. എന്താ? എ സ്ക്വയർ. എ എന്ന് പറഞ്ഞാൽ 14. അപ്പൊ 14 സ്ക്വയർ ഇൻറ്റു എച്ച്. എച്ച് എന്ന് പറഞ്ഞാൽ 24/3. 14ന്റെ സ്ക്വയർ 196 ഇൻറ്റു 24/3. 24/3 എന്ന് എഴുതേണ്ട ആവശ്യം ഇല്ല. അതെന്താ? ഈ 24/3 ഇപ്പൊ എഴുതേണ്ട ആവശ്യമില്ല. ശരിക്കും 24/3 നമുക്ക് ഓൾറെഡി ഇപ്പൊ തന്നെ അറിയാം. 14ന്റെ സ്ക്വയർ ഓക്കെ 196 ഇൻറ്റു 24/3 എത്രയാണ്? 8. അപ്പൊ ഇതായാലും മതി. ഓക്കെ. കൺഫ്യൂഷൻ ആവണമെങ്കിൽ ഇങ്ങനെയൊന്നും എഴുതണ്ട, ഞാനത് അറിയാവുന്നതുകൊണ്ട് എഴുതിയതാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എഴുതാം. 196 ഇൻറ്റു 24 പിന്നെ 3 ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് അറിയാവുന്നവർ ഇങ്ങനെയും എഴുതാം ഈസി ആയിട്ട്. 24/3 എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പൊ 196 ഇൻറ്റു 8 എത്ര വരും? ഏകദേശം 1004-32. അപ്പോ 1568 ആവുന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ മനക്കണക്കാണ് കേട്ടോ, അതുകൊണ്ട് ചിലപ്പോൾ തെറ്റിക്കൂടാതൊന്നുമില്ല. നമ്മൾ ചെയ്യുന്നൊക്കെ ശരിയാവണമെന്നൊന്നും വാശി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ. എന്റെ ഒരു മനക്കണക്ക് വെച്ചിട്ട് ഇതാണ് നോക്കി നോക്കുക. നിങ്ങൾക്ക് ഗുണിക്കാവുന്നല്ലേ ഉള്ളൂ, ചെയ്തു നോക്കുക. മനസ്സിലായോ? അപ്പൊ ഇത്രയും നല്ല വളരെ അധികം ചിന്തിക്കേണ്ട കുറെ കാര്യങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. മനസ്സിലായോ?
ഇന്നാണ് നമുക്ക് ഇനി അടുത്ത കാര്യം വൃത്തസ്തൂപിക. കോണ് നമ്മുടെ കടല പൊതിയില്ലേ, കടല, ആ പേപ്പർ മീൻസ് ആ രൂപം നോക്കാട്ടോ. അല്ലെങ്കിൽ ഐസ്ക്രീം, കോൺ ഐസ്ക്രീം. ക്ലിയർ, നമുക്ക് നോക്കി വെക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു കോൺ എന്ന് പറഞ്ഞാൽ കോൺ ഐസ്ക്രീമിന്റെ രൂപം അല്ലെ. എങ്ങനെയായിരിക്കും ആ രൂപം? ഇപ്പൊ കോൺ ഐസ്ക്രീം വാങ്ങുമ്പോ നമുക്കറിയാം ഇങ്ങനെ രൂപത്തിലുള്ള സാധനമല്ലേ തരിക. ഇതിനെയാണ് കോൺ അഥവാ മലയാളത്തില് വൃത്തസ്തൂപിക എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഇത് പഠിക്കുമ്പോ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. എങ്ങനെയാണ് ഈ വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ വിഷയം. എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതുമായി ബന്ധപ്പെട്ട് ചോദ്യം വരാനുള്ള സാധ്യത ഉണ്ട്. എങ്ങനെ ഉണ്ടാവുന്നു എന്ന് വിശദീകരിക്കുക എന്നൊന്നല്ല ചോദ്യം. ഓക്കെ, എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം അവിടെ ഒരു ചോദ്യം ഉണ്ടാവും, ഞാൻ കാണിച്ചുതരാം. സംഗതി എന്താണെന്ന് വെച്ചാൽ ഇത് എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതാണുള്ള വിഷയം. ഒരു വൃത്തം എടുക്കുക, വൃത്തത്തിലുള്ള ഒരു പേപ്പർ എടുക്കുക എന്ന് വിചാരിക്കുക. എന്നിട്ട് അതിനൊരു കേന്ദ്രം ഉണ്ടാവുമല്ലോ, ഓ സെന്റർ. അതിനെ ഏതെങ്കിലും ഒരു അളവിൽ, ഏതെങ്കിലും ഒരു സെൻട്രൽ ആംഗിളിൽ, കേന്ദ്രകോൺ സി ഡിഗ്രിയിൽ മുറിക്കുന്നു. സി ഡിഗ്രിയിൽ ഇങ്ങനെ ഒരു കഷ്ണം മുറിക്കുന്നു. ഇനി ഈ മുറിച്ച ഭാഗമാട്ടോ ഞാൻ ഈ വരയ്ക്കണേ. ഈ മുറിച്ച ഭാഗമല്ലേ ഇങ്ങനെ ഈ ഭാഗം വെച്ചിട്ടാണ്, ഈ ഭാഗം മടക്കിയിട്ടാണ് എന്തുണ്ടാക്കുന്നത്, ഈ കോൺ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ അറ്റവും ഇപ്പുറത്തെ അറ്റവും കൂടി ഇങ്ങോട്ട് ഇപ്പൊ ഇങ്ങനെ നിൽക്കണ വിചാരിക്കുക. ഈ രണ്ടറ്റവും കൂടി ഇങ്ങോട്ട് യോജിപ്പിച്ചിട്ടാണ് എന്തുണ്ടാക്കണേ, കോൺ ഉണ്ടാക്കുന്നത്. ക്ലിയർ ആണോ? ഇങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി യോജിപ്പിച്ച് കോൺ ഉണ്ടാക്കുന്നു അഥവാ വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്താ, ഈ ഒരു വര അല്ലെ, അതാണല്ലോ ഈ വര. കുറച്ച് വലുതാക്കി വരച്ചൊന്നും എഴുതുള്ളൂ. ഈ വരയാണ് ഇത്. ഈ രണ്ട് വരകളും ഈ വൃത്തത്തെ സംബന്ധിച്ച് എന്താണ്, റേഡിയസ് ആണ് അഥവാ ആരമാണ്. വൃത്തത്തിന്റെ റേഡിയസ്, സർക്കിളിന്റെ റേഡിയസ് വൃത്തത്തിന്റെ ആരമാണ് അല്ലെ. അപ്പൊ ഇത് വന്നാൽ ഇതും എന്തെന്നെയാണ്, ആരം തന്നെയല്ലേ അല്ലെ. ഈ രണ്ട് സൈഡാണല്ലോ ഈ സൈഡായിട്ട് ഞാൻ വരച്ചത് അല്ലേ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഇതാണ് ഇങ്ങോട്ട് വന്നെന്ന് ശരിയാണ്. പക്ഷേ അത് കോണിലേക്ക് വരുമ്പോ, അഥവാ ഇതാണ് ഇവിടേക്ക് വന്നത്, ഈ രണ്ട് സൈഡ് കോണിലേക്ക് വരുമ്പോൾ ഈ രണ്ട് സൈഡുകളെ ആരം എന്നല്ല വിളിക്കുന്നത്, റേഡിയസ് എന്നല്ല വിളിക്കുന്നത്. ഈ കോണിലേക്ക് വരുമ്പോ ഈ രണ്ട് വശങ്ങളെ എൽ എന്നാ വിളിക്കുന്നത്. എല്ല് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. എന്താ എല്ല് എന്ന് പറഞ്ഞാൽ ചെരിവുയരം അഥവാ സ്ലാന്റ് ഹൈറ്റ് അല്ലേ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ, നമ്മൾ കോൺ ഉണ്ടാക്കുന്നത് ഒരു സർക്കിളിൽ നിന്നാണ്. ആ സർക്കിളിന്റെ റേഡിയസ് തന്നെയായിരിക്കും സ്ലാന്റ് ഹൈറ്റ്. എന്താണ്, നമ്മൾ ഒരു വൃത്തത്തിൽ നിന്നാണ് ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നത്. അപ്പൊ വൃത്തത്തിന്റെ ആരം എന്താണോ അത് തന്നെയായിരിക്കും വൃത്തസ്തൂപികയുടെ ചെരിവുയരം. വ്യക്തമാണല്ലോ. അപ്പൊ ചെരിവുയരം എന്ന് പറഞ്ഞാൽ വൃത്തത്തിന്റെ ആരം, വൃത്ത ആരം ചുരുക്കി എഴുതിയാൽ റേഡിയസ് ഓഫ് സർക്കിൾ, റേഡിയസ് ഓഫ് സർക്കിൾ. ക്ലിയർ ആണല്ലോ. ഇത് രണ്ടും ഒന്ന് തന്നെ. ക്ലിയർ. ഇനി അടുത്തതോ, രണ്ടാമത് മനസ്സിലാക്കേണ്ടത്, ഇതിപ്പോ എന്തായാലും ഒരു വട്ടത്തിലാണല്ലോ. കോൺ ഐസ്ക്രീമിന്റെ മുകൾ ഭാഗം എന്തായിരിക്കും, വട്ടത്തിലായിരിക്കുമല്ലോ അല്ലെ. ഇതിനൊരു ആരുണ്ടാവില്ലേ, ഉണ്ടാവും അല്ലെ. അതിന് നമ്മൾ എന്താ വിളിക്കുക, പാദ ആരം എന്ന് വിളിക്കും. എന്താ വിളിക്കുക, പാദ ആരം, ബേസ് റേഡിയസ് എന്ന് വിളിക്കും. ഈ ബേസ് റേഡിയസ് എങ്ങനെ കണ്ടുപിടിക്കും, അതുമാണ് അടുത്ത വിഷയം. ഈ ബേസ് റേഡിയസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്യുക, വൃത്തത്തിന്റെ ആരം എടുക്കുക. വൃത്തത്തിന്റെ ആരം അഥവാ റേഡിയസ് ഓഫ് സർക്കിൾ, സർക്കിൾ റേഡിയസ് എന്നൊക്കെ വിളിക്കാം. റേഡിയസ് ഓഫ് സർക്കിൾ എടുക്കുക. എന്നിട്ടോ അതിനെ ഗുണിക്കണം, അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഏതുകൊണ്ട്, സി ബൈ 360 കൊണ്ട്. എന്താ ഈ സി ബൈ 360? സി എന്ന് വെച്ചാൽ സെൻട്രൽ ആംഗിൾ അഥവാ ഇവിടെ ഈ ഒരു ആരുണ്ടാവില്ലേ, റേഡിയസ് ഉണ്ടാവില്ലേ, അത് എത്രയാണോ അതിനെ 10 ആണെന്ന് വിചാരിക്കുക. 10 ഗുണിക്കണം, ഇത് 10 ആണെങ്കിൽ 10 ഗുണിക്കണം
ഈ സി 60 ആണെന്ന് വിചാരിക്കുക. അപ്പൊ 60/360 ഈ രീതിയിൽ എന്ത് ചെയ്യണം, ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഈ നീളം അഥവാ ബേസ് റേഡിയസ് അഥവാ പാദ ആരം എന്ന് കിട്ടും. വ്യക്തമാണല്ലോ. ആദ്യം ഈ രണ്ടെണ്ണം മനസ്സിലാക്കണം. അപ്പൊ എന്താ അവിടുത്തെ പോയിന്റ്? ഒരു വൃത്തത്തിൽ നിന്നാണ് വൃത്തസ്തൂപികൾ ഉണ്ടാക്കുന്നത്, സർക്കിളിൽ നിന്നാണ് കോൺ ഉണ്ടാക്കുന്നത്. അപ്പോൾ സർക്കിളിന്റെ റേഡിയസ് തന്നെയായിരിക്കും ചെരിവുയരം അഥവാ സ്ലാന്റ് ഹൈറ്റ്. ഒപ്പം സർക്കിളിന്റെ റേഡിയസിനെ, വൃത്തത്തിന്റെ ആരത്തെ C/360, കേന്ദ്രകോൺ ബൈ 360, സെൻട്രൽ ആംഗിൾ ബൈ 360 ചെയ്താൽ ബേസ് റേഡിയസ് അഥവാ പാദ ആരം കിട്ടും. ഈ രണ്ട് കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് നമുക്ക് ഇത് വെച്ചിട്ടുള്ള ചോദ്യം ചെയ്തിട്ട് അടുത്ത പോയിന്റിലേക്ക് പോവാം. അടുത്ത പോയിന്റ് പറഞ്ഞാൽ ഇവിടെ എന്തുണ്ട്? പാദപരപ്പളവ്, ഉപരിതല പരപ്പളവ് ഒക്കെ ഉണ്ട്, ടോട്ടൽ സർഫസ് ഏരിയ, ബേസ് ഏരിയ ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതിക്കൊക്കെ പോണം. ആദ്യം ഇത് മനസ്സിലാക്കുക, ഇതിന്റെ ചോദ്യങ്ങൾ എങ്ങനെ വരുന്നു മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? എന്നാ ചോദ്യത്തിലേക്ക് പോവാം. എന്താ ക്വസ്റ്റ്യൻ? ഇത് ഞാനൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആക്കി എടുക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെന്നാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 120 degree and radius of 12 centimeters are rolled up into a cone. എന്താ പറഞ്ഞത്? സെക്ടർ. എന്താ സെക്ടർ? ആയി ഞാൻ പറയാൻ വിട്ടുപോയി. എന്താ സെക്ടർ? ഇംഗ്ലീഷുകാർ കേട്ടോ. സെക്ടർ എന്ന് പറഞ്ഞാൽ ഇതിനെയാണ്, വൃത്തത്തിന്റെ ഒരു ഭാഗം, പാർട്ട് ഓഫ് സർക്കിൾ. സർക്കിളിന്റെ ഒരു പാർട്ടിനെയാണ് എന്ത് വിളിക്കുന്നത്? സെക്ടർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, വൃത്താംശം എന്ന് മലയാളത്തിൽ പറയും. അങ്ങനെ വരുമ്പോ എന്താ ചോദ്യം? അപ്പൊ എന്താ ചോദ്യം? കേന്ദ്രകോൺ 120 ഡിഗ്രിയും ആരം 12 സെന്റിമീറ്ററുമായ ഒരു വൃത്താംശം മടക്കി ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നു. വൃത്താംശം, ഇതിനാണ് വൃത്താംശം എന്ന് വിളിക്കുന്നത്. അതിനെ മടക്കി ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നു. സെക്ടർ റോൾ ചെയ്തിട്ട് എന്തായി? കോണാക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചോദിച്ചിട്ടുണ്ട്? എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദി കോൺ. വാട്ട് ഈസ് ദ സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദി കോൺ? എന്താണ്? ചെരിവുയരം എന്താണ്? നമുക്ക് എന്താ തന്നത് നോക്കിക്കേ. ഒരു സെക്ടർ, വൃത്താംശം ഉണ്ട് അല്ലെ? അതിന്റെ ആരം എന്ന് പറയുമ്പോ വൃത്താംശത്തിന്റെ ആരം എത്രയാണോ അത് തന്നെയല്ലേ വൃത്തത്തിന്റെ ആരവും? അതെത്രയാണ്? 12 സെന്റിമീറ്റർ അല്ലെ? വൃത്തത്തിന്റെ ആരം അഥവാ വൃത്താംശത്തിന്റെ ആരം എന്ന് പറഞ്ഞാലൊക്കെ എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമല്ല. വൃത്തത്തിന്റെ ആരം എന്ന് പറയുന്നത് തന്നെയാണ് വൃത്താംശത്തിന്റെ ആരവും അല്ലെ? കോണിലേക്ക് എത്തുമ്പോഴാണ് മാറ്റം. സർക്കിളിന്റെ റേഡിയസ് തന്നെയാണ് സെക്ടറിന്റെ റേഡിയസും, അതിന് മാറ്റമില്ല. എവിടേക്ക് വരുമ്പോഴാണ് മാറ്റം? കോണിക്ക് എത്തുമ്പോ, വൃത്തസ്തൂപികയിലേക്ക് എത്തുമ്പോഴേ വ്യത്യാസമുള്ളൂ. കൺഫ്യൂഷൻ ആവരുത്. അപ്പോൾ ഇവിടെ സെക്ടറിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാലും അത് എന്ത് തന്നെയാണ്? സർക്കിളിന്റെ റേഡിയസ് തന്നെയാണ്. അങ്ങനെ വരുമ്പോ എ ക്വസ്റ്റ്യൻ എന്താ? എ ക്വസ്റ്റ്യൻ ചെരിവുയരം എത്രയാണ് അഥവാ സ്ലാന്റ് ഹൈറ്റ് എത്രയാണ്? സ്ലാന്റ് ഹൈറ്റ് എത്ര? സ്ലാന്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വൃത്തത്തിന്റെ റേഡിയസ് തന്നെയാണല്ലോ, വൃത്തത്തിന്റെ ആരം തന്നെയാണല്ലോ. അപ്പൊ എത്ര തന്നെയാണ്? 12 തന്നെയാണ്. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ടിന്റെ ആവശ്യമില്ല. ഇനിയോ രണ്ടാമത്തത്, ഇതിന്റെ സെൻട്രൽ ആംഗിൾ 120 ആണെന്ന് തന്നു. ഇതിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? 120 ആണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ ബേസ് റേഡിയസ് പാദ ആരം എത്രയാണെന്നാണ് ചോദ്യം. ഇക്വേഷൻ നമുക്കറിയാലോ. വൃത്തത്തിന്റെ ആരം ഇൻറ്റു, വൃത്തത്തിന്റെ ആരം എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പൊ 12 ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ 120 ആണ് ബൈ 360. ഇവിടെ മുകളിലും താഴെ 0 ഉണ്ട്. അപ്പൊ 2 വെട്ടിക്കളയാം. അപ്പൊ ഇവിടെ ബാക്കി എന്താ? 12 ഇൻറ്റു 12 144 ബൈ 36 എന്ന് പറയുമ്പോൾ ഉത്തരം എന്ത് കിട്ടും? ഹരിച്ചു നോക്കിയാൽ മതി. 4 എന്ന് കിട്ടും. 4 സെന്റിമീറ്റർ. അപ്പൊ പാദ ആരം ബേസ് റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 സെന്റിമീറ്റർ. ഈസി ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലാക്കേണ്ട കാര്യം, സെക്ടർ എന്ന് പറയുമ്പോൾ സെക്ടറിന്റെ റേഡിയസ് തന്നെയായിരിക്കും സർക്കിളിന്റെ റേഡിയസ്. വൃത്താംശത്തിന്റെ ആരം തന്നെയാണ് വൃത്തത്തിന്റെ ആരവും. മാറ്റം വരിക അതിനെ മടക്കി കോണ് വൃത്തസ്തൂപിക രൂപത്തിലാക്കുമ്പോഴേ മാറ്റമുള്ളൂ. ക്ലിയർ അല്ലേ? നമുക്ക് നമ്മുടെ മെയിൻ ഏരിയക്ക് പോയാലോ. മെയിൻ എന്താ? ബേസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ, വോളിയം, അതിന്റെ ഇടയിൽ പുതിയൊരാളും കൂടി ഉണ്ട്, കർവ്ഡ് സർഫസ് ഏരിയ. അതേതാ നോക്കാം. എന്തൊക്കെയാണ്? പാദപരപ്പളവ്, ഉപരിതല പരപ്പളവ്, വ്യാപ്തം, അതിന്റെ ഇടയിൽ വക്രതല പരപ്പളവ് എന്ന് പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട്. ഓക്കെ, എന്നാ ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തത് പാദപരപ്പളവ്, ബേസ് ഏരിയ.
ഓക്കെ, എന്താ ഈ ബേസ് ഏരിയ? എന്താ ഇതിന്റെ ബേസ് പാദം? ഇങ്ങനെ ഒരു വൃത്തസ്തൂപിക ഉണ്ട് വിചാരിക്കാം. അതിനെ വേണമെങ്കിൽ നമുക്ക് തിരിച്ച് ഇങ്ങനെയും വെക്കാലോ. എന്താ ഇതിന്റെ പാദം? ഇതിന്റെ പാദം എന്ന് പറയുന്നത് ഇതാ ഈ സർക്കിളാണ്, ഈ വൃത്താണ് അല്ലേ? അപ്പൊ പാദപരപ്പളവ് എന്ന് പറയുമ്പോൾ എന്താ? വൃത്തത്തിന്റെ പരപ്പളവ്, ഏരിയ ഓഫ് സർക്കിൾ അഥവാ പൈ ആർ സ്ക്വയർ. ഈസി അല്ലേ? ഏരിയ ഓഫ് സർക്കിൾ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. വളരെ ഈസി അല്ലേ? രണ്ടാമത് നമ്മള് ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് കഴിഞ്ഞാൽ പഠിച്ചിട്ടുണ്ട്, പാർശ്വതല പരപ്പളവ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ അത് കർവ്ഡ് സർഫസ് ഏരിയ. കാരണം അവിടെയൊക്കെ കഴിഞ്ഞാല് അവിടെ എന്ന് പറയാം നേരത്തെ ത്രികോണായിരുന്നു, ചെരിഞ്ഞ ഭാഗം ത്രികോണായിരുന്നു അല്ലെ, ട്രയാങ്കിൾ ആയിരുന്നു. അതിനെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് വിളിക്കാം. കാരണം ഒരു ത്രികോണം ഇങ്ങോട്ട്, ഒരു ത്രികോണം ഇങ്ങോട്ട്, ഒന്നിങ്ങോട്ട്. ഇവിടെ അങ്ങനെ പറയാൻ പറ്റുമോ? ഇവിടെ അങ്ങനെയല്ല. കാരണം ഈ ഭാഗം എന്ന് പറയുന്നത് കർവ് ചെയ്തിട്ടാണ്, വളഞ്ഞിട്ടാണ്. കോൺ ഐസ്ക്രീം അല്ലെ, വളഞ്ഞിട്ടാണ്. അതുകൊണ്ട് ഇതിനെ എന്ത് വിളിക്കുന്നു? കർവ്ഡ് സർഫസ് ഏരിയ. എന്താ വിളിക്കുക? വക്രതല പരപ്പളവ്. ക്ലിയർ ആണോ? അത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കാണാതെ പഠിച്ചാൽ മതി. പൈ ആർ എൽ. എന്താ പൈ എന്ന് വെച്ചാൽ പൈ 3.14 അല്ലെ. ആർ എന്ന് വെച്ചാൽ എന്താ? ആരം, പാദ ആരം, ബേസ് റേഡിയസ്. ഓക്കെ, പാദത്തിന്റെ ആരം എൽ നമുക്കറിയാം, സ്ലാന്റ് റേറ്റ്, നോ പ്രോബ്ലം. അപ്പൊ മൂന്നാമത്തത് എന്താ? ടോട്ടൽ സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവ്. ഉപരിതല പരപ്പളവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താ? ഈ ആദ്യത്തെ രണ്ടെണ്ണം കൂട്ടുക, എപ്പോഴും അതങ്ങനെ കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ എൽ, ഓക്കെ ആണോ? അപ്പൊ ഈ മൂന്നെണ്ണം ഉണ്ട്. നാലാമതൊരാളും കൂടി ഉണ്ട്, അതാണ് വോളിയം അഥവാ വ്യാപ്തം. ഇതെല്ലാത്തിലും ഉണ്ട് ഈ നാലെണ്ണം കേട്ടോ, മാറ്റൊന്നുമില്ല. അപ്പൊ വോളിയം, വ്യാപ്തം അതിലേക്ക് കൂടി വരണല്ലോ. എങ്ങനെ വ്യാപ്തം കാണാം? വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാല് എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ സ്ക്വയർ പിരമിഡിന്റെ കാര്യത്തില് സമചതുര സ്തൂപികയിൽ പറഞ്ഞു പാദപരപ്പളവിൽ ഗുണിക്കണം ഉയരം ബൈ 3 എന്ന് അല്ലെ. അതന്നെയാണ് ഇവിടെ. പക്ഷെ കാര്യം മാറ്റണ്ടേ, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ബൈ 3 തന്നെയാണ് ഇവിടെ അവിടെ ബേസിക്കലി. പക്ഷെ ഇവിടുത്തെ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? പൈ ആർ സ്ക്വയർ ഇൻറ്റു എഴുതണം നിർബന്ധമല്ല, ഇട്ടാലും ഇല്ലെങ്കിലും ഒരേപോലെയാണ്. ഇൻറ്റു ഹൈറ്റ് ഉയരം h ബൈ 3. അവിടെ a സ്ക്വയർ h ആയിരുന്നു, കാരണം അവിടുത്തെ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ a സ്ക്വയർ ആയിരുന്നു, ഇവിടെ അത് പൈ ആർ സ്ക്വയർ ആണ്. അപ്പൊ പൈ ആർ സ്ക്വയർ h ബൈ 3 ആണ് വോളിയം അഥവാ വ്യാപ്തം. ഇത് നമ്മുടെ കോൺ അല്ലെ. കോണിന്റെ താഴ്ഭാഗം വൃത്തം ആണല്ലോ. ഈ വൃത്തത്തിന് ഒരു ആരുണ്ട്, ആ ആരം ആരം. ഇതാണ് ആ വൃത്ത കേന്ദ്രം O. ഈ ചെരിഞ്ഞ സൈഡിനെ നമ്മൾ വിളിച്ചു കോണാവുമ്പോ അതിനെ എന്താ വിളിക്കുക? ചെരിവുയരം സ്ലാന്റ് ഹൈറ്റ് L അല്ലേ. അപ്പൊ ഇതല്ലേ അതിന്റെ ഹൈറ്റ് h അല്ലെ. ഇവരെ മൂന്നാളെയും കൂടി പൈതഗോറസ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്ന ഒരു സമവാക്യം ഉണ്ട്. പല രീതിയിൽ പറയാം. L സ്ക്വയർ ഇസ് ഈക്വൽ ടു R സ്ക്വയർ പ്ലസ് h സ്ക്വയർ എന്ന് പഠിക്കാം. ഇത് ഉപയോഗിച്ച് ആറും എച്ചും എല്ലും ഒക്കെ കണ്ടുപിടിക്കാം. ഇങ്ങനെ പഠിക്കാം. L സ്ക്വയർ ഇസ് ഈക്വൽ ടു R സ്ക്വയർ പ്ലസ് h സ്ക്വയർ. ഇതുകൂടി ഇവിടെ ആവശ്യമുണ്ട്. അപ്പൊ ഇതാണ് കംപ്ലീറ്റ്ലി കോൺ എന്ന് പറഞ്ഞാൽ അഥവാ വൃത്തസ്തൂപിക എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോ ഇത് വെച്ചിട്ടുള്ള ചോദ്യം ചെയ്ത് നോക്കാം അല്ലെ. ഇത് നമ്മുടെ 2021 SSLC എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ് ഞാൻ എടുക്കുന്നത്. ചോദ്യം ഇംഗ്ലീഷില്: A radius of a solid metal cone is 5 cm. Its slant height is 13 cm. Find its height. A ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത്. ഡയറക്റ്റ് ആയിട്ട് A ക്വസ്റ്റ്യനിലേക്കാണ് പോയത്. മലയാളത്തിൽ എന്താണ്? ഒരു ഘനരൂപത്തിലുള്ള വൃത്തസ്തൂപികയുടെ ആരം എന്ന് പറഞ്ഞാൽ അത് 5 സെന്റിമീറ്ററും ചെരിവുയരം 13 സെന്റിമീറ്ററുമാണ്. എന്നിട്ടോ ഫൈൻഡ് ഇറ്റ്സ് ഹൈറ്റ് കണ്ടുപിടിക്കാനാണ്, ഉയരം കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പൊ നേരിട്ട് A ക്വസ്റ്റ്യനിലേക്കാണ് പോയത്. തന്നിട്ടുള്ളത് റേഡിയസ് 5 സെന്റിമീറ്റർ ആണ്, ചെരിവുയരം സ്ലാന്റ് ഹൈറ്റ് അതെത്രയാണ്? 13 സെന്റിമീറ്റർ ആണ്. എന്നിട്ട് നമ്മളോട് എന്ത് പറഞ്ഞു?
ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? L square is equal to h square plus r square അല്ലേ? ഇത് യൂസ് ചെയ്തിട്ട് ഹൈറ്റ് കണ്ടുപിടിക്കാലോ? തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്തിട്ട് എല്ലും എച്ചും ആറും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഉയരം കണ്ടുപിടിക്കാൻ വേണ്ടി എല്ലിന്റെ സ്ഥാനത്ത് എത്ര കൊടുക്കണം? 13. അപ്പൊ 13 സ്ക്വയർ സമം എച്ചിന്റെ സ്ഥാനത്ത് എച്ച് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അതുകൊണ്ട് അത് അങ്ങനെ തന്നെ, പ്ലസ് ആറിന്റെ സ്ഥാനത്ത് 5. അപ്പൊ 5 സ്ക്വയർ. 13ന്റെ സ്ക്വയർ 169, 5ന്റെ സ്ക്വയർ 25, പ്ലസ് 25 ഇങ്ങോട്ട് പോന്നാൽ മൈനസ് 25 സമം എച്ച് സ്ക്വയർ. അപ്പൊ കുറച്ചാൽ 144 എന്ന് വരും എച്ച് സ്ക്വയർ. അപ്പൊ എങ്ങനെ എച്ച് കിട്ടുക? ഈ സ്ക്വയർ കൂടെ വേണ്ട, സ്ക്വയറിന് ഇങ്ങോട്ട് പോന്നാൽ റൂട്ട് ആവും. റൂട്ട് 144 ആണ് എച്ച്, അഥവാ എച്ച് എന്ന് പറഞ്ഞാൽ അത് 12 സെന്റിമീറ്റർ ആണ്. ഈസിയാണ്, നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ? വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇതിലെ ബി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വോളിയം ഓഫ് ദി കോൺ. എന്താണ്? ഈ വൃത്തസ്തൂപികയുടെ വ്യാപ്തം കാണുക. വോളിയം. അപ്പൊ ബി വോളിയം കാണാനാണ്, അഥവാ വ്യാപ്തം കാണാനാണ്. എന്തായിരുന്നു ഇക്വേഷൻ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, പൈ ആർ സ്ക്വയർ എച്ച് ബൈ 3. പൈ ആർ സ്ക്വയർ എച്ച് ബൈ 3. ഓക്കെ ആണോ? പൈ ആർ സ്ക്വയർ എച്ച് ബൈ 3 എന്ന് പറയുമ്പോൾ പൈ തന്നെ അവിടെക്കട്ടെ, ഇൻറ്റു ആർ. ആർ എന്ന് വെച്ചാൽ ആരം, റേഡിയസ് 5. അപ്പൊ ആർ സ്ക്വയർ എന്ന് വെച്ചാൽ 5 സ്ക്വയർ, ഇൻറ്റു എച്ച്. എച്ച് എന്ന് വെച്ചാൽ ഹൈറ്റ്, ഉയരം, ഇത് അവിടെ 12 ബൈ 3. ഓക്കെ. അപ്പൊ പൈ ഇൻറ്റു 5ന്റെ സ്ക്വയർ 25. ഇവിടെ 12നെ 3 കൊണ്ട് ഹരിക്കാം. അവിടെ വെച്ചിട്ട് തന്നെ ആ ഹരണം അങ്ങ് തീർക്കാം, പറ്റുമെങ്കിൽ അങ്ങനെ തീർക്കാം. 12 ഹരിക്കണം 3 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ 12ഉം 3ഉം ഹരിച്ചാൽ 4. ആ 4 എന്നുള്ള ഉത്തരം അവിടെ എഴുതുക. എവിടെ അത് എഴുതുക? വലിയ സംഖ്യ എവിടെയാണോ അവിടെയാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. 12 ഹരിക്കണം 3 എന്ന് പറയുമ്പോൾ വെട്ടുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്, ക്യാൻസൽ ചെയ്യുന്ന രീതിയാണ് പറഞ്ഞത്. 12നെ 3 കൊണ്ട് ഹരിച്ചാൽ 4. 4 എന്ന് എഴുതേണ്ടത് വലിയ നമ്പറിലോട്ടാണ്. ഇപ്പൊ നമ്മൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, അപ്പോഴും ഇതുപോലെ വെട്ടാം. ഓക്കെ, വെട്ടാൻ പറ്റും. പക്ഷെ ആ 4 എവിടെ എഴുതുക? അപ്പോഴും 4, ഉത്തരം 4 തന്നെയാണ്. എവിടെ എഴുതുക? ഇവിടെയാണ് 4 എഴുതുക. മുകളിൽ എഴുതേണ്ടത് 1 എന്നാണ്. 1/4. ഓക്കെ, ഇവിടെ ചെയ്ത അതേ പരിപാടി ഇവിടെ 1 എഴുതണം. പക്ഷെ എഴുതിയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് എഴുതിയില്ലെങ്കിലും വിഷയമൊന്നും ഇല്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, 1/4 വരണ്ട്. 4/1 പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. ഓക്കെ ആണല്ലോ? ഞാൻ സാഹചര്യവശാൽ പറഞ്ഞു ഉള്ളൂ. അപ്പൊ ഇൻറ്റു 4 ഇത് ആവശ്യമില്ല, ഞാൻ അങ്ങനെ സാഹചര്യവശാൽ പറഞ്ഞു ഉള്ളൂ. 25 × 4 100 പൈ സെന്റിമീറ്റർ ക്യൂബ്, അഥവാ ഘന സെന്റിമീറ്റർ. വോളിയം ആവുമ്പോൾ ക്യൂബ് ആണ്. അടുത്തതോ സി ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റഡ് ഇൻടു സ്മാൾ കോൺസ് ഓഫ് റേഡിയസ് 1 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 1 സെന്റിമീറ്റർ. ഹൗ മെനി കോൺസ് വിൽ വി ഗെറ്റ്? ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഈ കോൺ, വൃത്തസ്തൂപിക ഉരുക്കിയിട്ട് 1 സെന്റിമീറ്റർ ആരവും 1 സെന്റിമീറ്റർ ഉയരവുമുള്ള ചെറുതുകൾ ഉണ്ടാക്കി. അപ്പൊ ഉറപ്പല്ലേ, വലുതൊന്നും ഉരുക്കിയിട്ട് ചെറുത് ഉണ്ടാക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കുറെ അധികം ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പൊ അവിടുത്തെ ചോദ്യം, ഇത്ര വലിയൊരു സാധനം ഉരുക്കി ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കി, ചെറിയ വൃത്തസ്തൂപികൾ, കോണുകൾ ഉണ്ടാക്കി. അങ്ങനത്തെ എത്ര എണ്ണം ഉണ്ടാക്കാം? എത്ര എണ്ണം? ഓക്കെ, എണ്ണമാണ് ആണല്ലോ. അപ്പൊ ഞാൻ ഇവിടെ പൊതുവായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. എണ്ണത്തെ കുറിച്ച് ഇവിടുന്ന് ഒരു ചോദ്യം വരാൻ, ഇതുപോലത്തെ ഒരു ചോദ്യം വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പൊ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞുതരാം. ഓക്കെ, നോക്കൂ. പൊതുവായ കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മളോട് ഇവിടെ എണ്ണം കണ്ടുപിടിക്കാൻ ഇതുപോലൊരു ചോദ്യം ചോദിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് വൃത്തസ്തൂപിക വെച്ചിട്ടാവാം, കോൺ വെച്ചിട്ടാവാം, അല്ലെങ്കിൽ അടുത്തതായിട്ട് വരുന്ന സ്പിയർ, ഗോളം വെച്ചിട്ടും ആവാം. ഓക്കെ, അപ്പോ ഇനിയിപ്പോ ചില സമയത്ത് സ്ക്വയർ പിരമിഡ്, സർജറി സ്തൂപിക വെച്ചിട്ടും ആവാട്ടോ, സാധ്യത ഉണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് നമ്പർ ഓഫ് സോളിഡ്സ് ആണ്. എത്ര സോളിഡ്സ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ എത്ര ഘനരൂപങ്ങൾ ഉണ്ടാക്കാം എന്നാണല്ലോ. അപ്പോ ഘനരൂപത്തിന്റെ എണ്ണം, കാര്യം മനസ്സിലായില്ലേ? ചെറിയ ഘനരൂപങ്ങൾ എത്ര എണ്ണം ഉണ്ടാക്കാം, ഇതാണല്ലോ ചോദ്യം. അപ്പൊ എണ്ണമാണല്ലോ കണ്ടുപിടിക്കേണ്ടത്, നമ്പർ ഓഫ് ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഷേപ്പ് എന്തോ ആയിക്കോട്ടെ, എന്ത് ഷേപ്പ് വന്നാലും വേണ്ടില്ല, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, വൃത്തസ്തംഭം വരെ വരാം, സിലിണ്ടർ വരെ വരാനുള്ള സാധ്യത ഉണ്ട്. ആ സാഹചര്യത്തിൽ ഉൾപ്പെടെ എല്ലായിടത്തും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ഷേപ്പിനും, സോളിഡ് ആണെങ്കിൽ എല്ലാ ഷേപ്പിനും ചെയ്യേണ്ട പണി, നമ്മള് തന്നിട്ടുള്ളതിൽ വലുതിന്റെ വോളിയം കണ്ടുപിടിക്കുക. എന്താണ് തന്നിട്ടുള്ളതിൽ വലുതിന്റെ വോളിയം? അപ്പോ
വോളിയം ഓഫ് ലാർജ് സോളിഡ്, വലിയ ഘനരൂപത്തിന്റെ വ്യാപ്തം, വലിയ ഘനരൂപത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കുക. എന്നിട്ടോ അതിനെ ഹരിക്കുക, ഡിവിഷൻ, ഡിവൈഡഡ് ബൈ ഹരിക്കുക. എന്തുകൊണ്ട്? വോളിയം ഓഫ് സ്മാൾ സോളിഡ്, ചെറിയ ഘനരൂപത്തിന്റെ വ്യാപ്തം. വലുത് ഹരിക്കണം ചെറുത്. ഓക്കെ, ഇതാണ് ചെയ്യേണ്ടത്. അതിന് രൂപം ഭാവം ഒന്നും വിഷയമില്ല, എന്ത് വന്നാലും ഇതാണ്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഈ ചോദ്യം ചെയ്തൊക്കെ ഇത് വിടക്കട്ടെ, മറക്കാതിരിക്കുക, അവിടെ ഇരിക്കട്ടെ. സി സി എന്താ പറഞ്ഞത്? നമ്മുടെ ഇപ്പോൾ ഒരു വൃത്തസ്തൂപിക ഉണ്ട്. എന്താ വൃത്തസ്തൂപികയുടെ ആരം? റേഡിയസ്, കോൺ. നമ്മുടെ ഇപ്പോൾ ഒരു കോൺ ഉണ്ട്, അത് 5 സെന്റിമീറ്റർ റേഡിയസ്, 12 സെന്റിമീറ്റർ ഹൈറ്റ്, ചെരുവുയരം L, സ്ലാന്റ് ഹൈറ്റ് 13, വിത്ത് വോളിയം വരെ നമ്മൾ കണ്ടുപിടിച്ചു. വോളിയം എത്രയാണ്? 100 പൈ. ഇങ്ങനെ വലുതൊന്നുണ്ട് ഉണ്ടല്ലോ. എന്നിട്ട് അതിനെ ചെറുതാക്കണം, അതിനെ ഉരുക്കിയിട്ട് ചെറുതുണ്ടാക്കണം. ചെറുതിന്റെ എന്തൊക്കെ വിവരങ്ങൾ നമ്മളില്ല, ചെറുതൊന്നാണ് ഉണ്ടാക്കണേ അല്ലെ. അതിനെ പറ്റിയിട്ട് എന്തൊക്കെ വിവരമുണ്ട്? ആരം 1 ആയിക്കോട്ടെ, ഹൈറ്റും 1 ആയിക്കോട്ടെ. പക്ഷെ ഇതിന്റെ വോളിയം നമുക്കറിയോ? ഇല്ല. അപ്പൊ നമുക്ക് അതിന്റെ വോളിയം കണ്ടുപിടിക്കാം. വോളിയം കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ, പൈ ആർ സ്ക്വയർ h/3 അല്ലെ. പൈ അവിടെ നിൽക്കട്ടെ, ഇൻറ്റു ആർ സ്ക്വയർ. ആർ എന്ന് വെച്ചാൽ 1 1 സ്ക്വയർ ഇൻറ്റു h എന്ന് പറഞ്ഞാൽ 1 ബൈ 3. അപ്പോൾ 1 സ്ക്വയർ എന്ന് വെച്ചാൽ 1, 1 ഇൻറ്റു 1, 1 ഇൻറ്റു പൈ, പൈ ബൈ 3, പൈ ബൈ 3 എന്ന് കിട്ടും. ഇവിടെ സെന്റിമീറ്റർ ക്യൂബ് എഴുതാണ് കേട്ടോ, സെന്റിമീറ്റർ ആണ്. അപ്പൊ പൈ ബൈ 3 ആണല്ലോ. ഇത്രയും നേരം ചെയ്ത ഡൗട്ട് ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലേ? ഇനിയോ ഇപ്പൊ നോക്കിക്കോ, ഇപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? നമുക്ക് ചോദ്യത്തിന്റെ തുടക്കത്തിൽ വലിയ വൃത്തസ്തൂപിക അല്ലെ, വലിയ കോണിനെ കുറിച്ചൊരു വിവരം തന്നു. അത് വെച്ചിട്ട് നമ്മൾ ബി ക്വസ്റ്റ്യൻ ആയപ്പോൾ വലുതിന്റെ വോളിയം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. സി ആയപ്പോൾ ചെറിയൊരു വൃത്തസ്തൂപിക, അതായത് ചെറിയൊരു കോണിന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ നമ്മൾ ചെറുതിന്റെ വോളിയം പൈ ബൈ 3 വ്യാപ്തം കൂടി കണ്ടുപിടിച്ചു അല്ലെ. അപ്പൊ വലുതിന്റെ വോളിയം അഥവാ വ്യാപ്തം ഇവിടെ ഉണ്ട്, ചെറുതിന്റെ വോളിയം അഥവാ വ്യാപ്തം നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചു. ഒന്ന് ഇത്, മറ്റത് ഇത്, രണ്ടുണ്ടല്ലോ. ക്ലിയർ അല്ലേ? അപ്പൊ എങ്ങനെ എണ്ണം കണ്ടുപിടിക്കുക? എണ്ണം ഞാൻ പറഞ്ഞു, എണ്ണം അഥവാ നമ്പർ ഓഫ് സംതിങ് സോളിഡ്സ്. ഏത് സോളിഡ് ആവാം. ഇവിടെ അത് എന്തായിരുന്നു? ഇവിടത്തെ സോളിഡ് എന്ന് പറഞ്ഞാൽ വൃത്തസ്തൂപിക അഥവാ കോണാണ്, അത്രയേ ഉള്ളൂ. വലുതിന്റെ വോളിയം 100 പൈ ബൈ ചെറുതിന്റെ വോളിയം പൈ ബൈ 3. ആഹാ, വെറൈറ്റി. രണ്ടും കൂടി ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ വരിക. ഒരു കാര്യം കാണിച്ചു തരാം, അല്ലെങ്കിൽ വേണ്ട, ആ കാര്യം ഞാൻ പിന്നെ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ എത്ര ഹരണം ഉണ്ട്? 100 പൈ, 1 പൈ, 3 അല്ലെ. 100 പൈ ഹരിക്കണം പൈ ഹരിക്കണം 3 അല്ലെ. അഥവാ 2 ഹരണം ഉണ്ട്, 100 പൈ ബൈ 3 അല്ലെ. ഈ 2 ഹരണം വല്ലതും നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എനിക്കറിയില്ല നിങ്ങൾ കണ്ടിട്ടോ ഇല്ല എന്നുള്ളത്. എനിവേ, എങ്ങനെ ഇത് ചെയ്യും? ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു ഐഡിയ എന്താ അറിയോ? ഇപ്പൊ ഇവിടെ 2 ഹരണം ഉണ്ട്, അഥവാ 3 സ്ഥാനങ്ങളുണ്ട്. ഇത് ഒന്നാമത്തെ പൊസിഷൻ സ്ഥാനം, ഇത് 2, ഇത് 3 അല്ലെ. ഒന്നാമത്തെ പൊസിഷനിൽ ആരാ? 100 പൈ. രണ്ടാമത്തെ പൊസിഷനിൽ പൈ, മൂന്നാമത്തേല് 3. ഇങ്ങനെ വന്നാൽ നമ്മൾ ഈ മൂന്നാമത്തേതിനെ മേലേക്ക് കയറ്റിയിടണം. ഈ ഹരിക്കണം 3 ഡിവൈഡഡ് ബൈ 3 ഉണ്ടല്ലോ, അത് മേലേക്ക് ഇൻറ്റു 3 ആക്കണം, ഗുണിക്കണം 3 ആക്കണം. പക്ഷെ അപ്പൊ ശ്രദ്ധിക്കണം, ഇവിടെ 2 ചാൻസസ് ഉണ്ട്. ഇത് ചെയ്യുന്നത് ശ്രദ്ധിച്ചോ, ഈ മൂന്നാമത്തേനെ ഗുണിക്കണം 3 ആക്കണം. പക്ഷെ അവിടെ മുകളിൽ എവിടെയോ അത് തീരുമാനിക്കുന്നത് 2 രീതിയിലാണ്. 2 രീതിയിൽ ചെയ്യേണ്ടി വരും. ഓക്കെ, നോക്കിക്കോ. നമുക്കിവിടെ 2 ഹരണം ഉണ്ട്, 100 പൈ പൈ ബൈ 3 അല്ലെ. ഇവിടെ 2 ഹരണം അല്ലേ. അതിലേറ്റവും വലുത് ഏതാ? നമുക്ക് വലുത് വെച്ചാൽ ഞാൻ വരച്ച വരയുടെ നീളമല്ല, നമ്മുടെ സമവാക്യത്തിന്റെ ഭാഗമായിട്ടുള്ളത് ഏതാണ്, നമ്മുടെ ഇക്വേഷന്റെ പാർട്ടായിട്ടുള്ളത് ഏതാണ് എന്ന് നോക്കുക. നമ്മുടെ ഇക്വേഷന്റെ പാർട്ടായിട്ട് ഏതാണ്? ഇതിൽ ഈ പൈ ബൈ 3 ഇക്വേഷന്റെ ഭാഗമാണോ? അല്ല. പൈ ബൈ 3 എന്തിന്റെ ഭാഗമല്ല? ഇക്വേഷന്റെ ഭാഗമല്ല. കാരണം എന്താ? പൈ ബൈ 3 ഈ ഹരണം ഇവിടെ ഇങ്ങനെ വന്നോണ്ടാ അല്ലെ, അവിടെ കിട്ടിയോണ്ടാ. അല്ലെങ്കിൽ ഇത് ഉണ്ടാവണമെന്നുണ്ടോ? ഇപ്പൊ അവിടെ നമുക്ക് പൈ എന്നാണ് കിട്ടിച്ച, ഈ ബൈ 3 ഇവിടെ ഉണ്ടാവോ? ഇല്ല. അപ്പൊ അവിടെ കിട്ടിയത് കൊണ്ടാണ് ഇവിടെ വന്നത്. പക്ഷേ ഇവിടെ എന്ത് കിട്ടിയാലും
ഈ ഹരണം ഡിവിഷൻ അവിടെ തന്നെ കാണുമല്ലോ അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഒന്നാമത്തെ ഹരണമാണ് ഇമ്പോർട്ടന്റ്. ഒന്നാമത്തെ ഹരണം ഇമ്പോർട്ടന്റ് ആയ സ്ഥിതിക്ക് ഞാൻ പറയുന്നു 100 പൈക്ക് ഒരു മാറ്റമില്ല, അടിയിലെ പൈക്കും ഒരു മാറ്റവുമില്ല. ഈ ഹരിക്കണം 3 ഗുണിക്കണം 3 ആവും. അതെവിടെ പോവും എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ സ്ഥാനത്തിലേക്ക് പോവും. കാരണം ഒന്നാമത്തെ ഹരണമാണ് ഇമ്പോർട്ടന്റ്. ക്ലിയർ ആണല്ലോ. അപ്പൊ 100 × 3 300 പൈ ബൈ പൈ, മുകളിലും താഴെയും പൈ ഉണ്ട് വെട്ടാം. അപ്പൊ 300 എന്ന് കിട്ടും. അഥവാ വലിയ ഈ സംഭവം ഉരുക്കിയിട്ട് ചെറിയ ഇത് ഉണ്ടാക്കുമ്പോൾ ചെറിയ 300 എണ്ണം ഉണ്ടാക്കാം. ഓക്കെ ആണോ? ഇത്രയേ ഉള്ളൂ. രണ്ടാമത്തെ ചോദ്യം ഈസി ക്വസ്റ്റ്യൻ ആണ്, എന്നാലും നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഒരു ഇക്വേഷനെ കുറിച്ചിട്ട് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. എന്താ? വാട്ട് ഈസ് ദ സർഫസ് ഏരിയ ഓഫ് എ കോൺ ഓഫ് ബേസ് ഡയമീറ്റർ 30 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 40 സെന്റിമീറ്റർ? എന്താണ്? പാദവ്യാസം അഥവാ ബേസ് ഡയമീറ്റർ എന്നാണ് പറഞ്ഞത്. ഡയമീറ്റർ എന്ന് വെച്ചാൽ വ്യാസം. അപ്പൊ പാദ വ്യാസം അഥവാ ഡി എത്രയാണ്? 30 സെന്റിമീറ്ററും ഹൈറ്റ് ഉയരം എച്ച് നമുക്കറിയാലോ 40 സെന്റിമീറ്ററുമായ ഒരു കോണിന്റെ വൃത്തസ്തൂപികയുടെ ടോട്ടൽ സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവ്, സർഫസ് ഏരിയ എന്ന് പറഞ്ഞാലും ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാലും ഒക്കെ തന്നെയാണ് ഉപരിതല പരപ്പളവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഉപരിതല പരപ്പളവ് TSA. എങ്ങനെ കോൺ അഥവാ വൃത്തസ്തൂപികയുടെ ഉപരിതല പരപ്പളവ് കാണുക? πr² പ്ലസ് πrl ആണല്ലോ. ഇതില് ആറും എല്ലുമാണ് നമുക്ക് ആവശ്യം. പൈ അവിടെ നോട്ടെ, വിഷയമല്ല. ആറും എല്ലും അല്ലേ ആവശ്യം? ആറും എല്ലും ഉണ്ടോ? ആറും എല്ലും ഇല്ലല്ലോ. ഇവിടെ ഉള്ളത് എന്താ? ഡിയും എച്ചും. അപ്പൊ നമ്മൾ ആറും എല്ലും കണ്ടുപിടിക്കണം. 6 ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എന്താണ്? ഡയമീറ്റർ ഉള്ള സ്ഥിതിക്ക് ഡയമീറ്ററിന്റെ പകുതി ആയിരിക്കുമല്ലോ റേഡിയസ് ആർ, അഥവാ വ്യാസത്തിന്റെ പകുതി ആയിരിക്കും ആരം. വ്യാസം 30 ആയ സ്ഥിതിക്ക് 30/2 15. ഇങ്ങനെ എഴുതിയേക്കേണ്ട ആവശ്യമൊന്നുമില്ല. 15 നേരിട്ട് എഴുതി വെച്ചായിട്ടോ. ഞാൻ പിന്നെ എല്ലാ കുട്ടികൾക്കും മനസ്സിലാവട്ടെ വെച്ചിട്ടാണ് ഇത്രയും വിശദമായിട്ട് എഴുതുന്നത്. ഓക്കെ, എന്നാ വെച്ച് എല്ലൊന്ന് കണ്ടുപിടിക്കണം. എല്ല് കണ്ടുപിടിക്കണം. എന്താ ചെയ്യാ? നമ്മുടെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, എന്താ? L² = h² + r². അപ്പൊ h നമ്മുടെ 40. അപ്പൊ 40² പ്ലസ് r ഇവിടെ ഉണ്ട് 15². ക്ലിയർ ആണല്ലോ. 40² 1600 പ്ലസ് 15² 225. രണ്ടും കൂടി കൂട്ടിയാൽ 1825. അഥവാ L² എന്ന് വെച്ചാൽ 1825 ആണ്. അപ്പൊ L എന്ന് പറയുമ്പോൾ √1825. √1825 എത്രയാണ്? അപ്പോ √1825 ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? അതിന്റെ അടുത്ത് കിട്ടുന്ന ഒരു ഏകദേശ വില എടുക്കുക. ഏകദേശ വില എങ്ങനെ എടുക്കുക? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ എടുക്കുക? നമുക്ക് ഇവിടെ അറിയാം 40ന്റെ സ്ക്വയർ 1600. അപ്പൊ ഇത് വലിയ വ്യത്യാസമല്ല, ഒരു 225ന്റെ വ്യത്യാസമല്ലോ അല്ലെ. അപ്പൊ വളരെ മൈന്യൂട്ട് വ്യത്യാസമായിരിക്കും. ഞാനൊരു 42ന്റെ സ്ക്വയർ ചെയ്തു, ഒരു ഗസ് അടിച്ചിട്ട്. അത് ഞാൻ ഫോൺ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് 42 × 42 ചെയ്താൽ 1764 എന്ന് കിട്ടും. ഓക്കെ ആണോ? അടുത്തതോ? അങ്ങനെയാണെങ്കിൽ അടുത്ത കണ്ടുപിടിക്കുക 43. 42 കിട്ടിയ പിന്നെ 43 ആണ്. 43ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാലോ 1849. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതിന്റെ രണ്ടിന്റെ ഇടയിലല്ലേ ഈ കിടക്കുന്നത് ആണല്ലോ. ഏകദേശം 43ന്റെ അടുത്തുമല്ലേ? രണ്ടും കണ്ടില്ലേ? ആകെ ഒരു 24ന്റെ വ്യത്യാസമേ ഉള്ളൂ. 24ന്റെ വ്യത്യാസം എന്നൊക്കെ പറഞ്ഞ ചെറിയ വ്യത്യാസം അല്ലേ, ഒരു പൊടി. അപ്പൊ നമ്മളൊക്കെ ഒരു ഏകദേശം എന്തെടുക്കാം? നമ്മളൊരു ഏകദേശ വിലയില് ഒരു 42.7 എടുക്കുന്നു. കാരണം ഒരു 24ന്റെ വ്യത്യാസം, ഒരു 8 വരുമ്പോ നമ്മൾ എന്ത് ചെയ്യുക? 8ന്റെ വ്യത്യാസത്തിലൊക്കെ ഒരു പോയിന്റ് കുറയ്ക്കുക. ഇപ്പോ 1849 ആണല്ലോ 43ന്റെ സ്ക്വയർ. അപ്പൊ എന്നോട് പറഞ്ഞു √1841 കാണാൻ പറഞ്ഞാൽ മാത്രം ഞാൻ എന്ത് ചെയ്യും? 42.9 എടുക്കും. കാരണം 8ന്റെ വ്യത്യാസം ഉണ്ട്. അതിന് വീണ്ടും 8 പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? 42.8 എടുക്കും. പിന്നെ 8 പറയുമ്പോൾ 42.7 എടുക്കും. ഒരു ഏകദേശം ലോജിക്ക്. ഓക്കെ ആണല്ലോ. അപ്പൊ 42.7. അപ്പൊ എല്ലാം കിട്ടി. എന്നിട്ട് ഇത് വരിക. നിങ്ങൾ 42.7 പകരം 42.8 എടുത്ത് വെച്ചിട്ടൊന്നും പ്രശ്നം കേട്ടോ, വലിയ വ്യത്യാസമൊന്നും ഇല്ല. ഇന്ന് ഇവിടെ വരിക π × r. r എന്ന് പറഞ്ഞാൽ 15. 15² പ്ലസ്
പൈ ഇൻറ്റു ആർ 15 ഇൻറ്റു എൽ എന്ന് വെച്ചാൽ 42.7. 15ന്റെ സ്ക്വയർ 225. അപ്പൊ 225 പൈ പ്ലസ് 42.7 ഇൻറ്റു 15 എന്ത് കിട്ടും? 640.5 പൈ. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ഈ രണ്ടോടത്തും കൂട്ടാൻ പറ്റും, കാരണം ഇവിടെ 225 പൈ ഉണ്ട്, ഇവിടെ 460.5 പൈ ഉണ്ട്. കൂട്ടിയാൽ 865.5 പൈ എന്ന് ഉത്തരം കിട്ടും. അത്ര മതി, പൈക്ക് വില കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ് കോൺ. ഓക്കെ, ഇവിടെ നമ്മൾ കൃത്യമായി ഒരാളെയും കൂടി പഠിക്കണം. കോൺ അഥവാ വൃത്തസ്തംഭത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, വൃത്തസ്തൂപികയെ കുറിച്ച് പഠിക്കുമ്പോൾ വൃത്തസ്തംഭം അഥവാ സിലിണ്ടറിനെ കുറിച്ച് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യം ഞാൻ ചെയ്യില്ല, അത് ഞങ്ങൾക്ക് തരാം. ഓക്കെ, അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ക്ലിയർ ആണല്ലോ? അപ്പോ വൃത്തസ്തംഭത്തെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ. ആ ഒരു കാര്യം എന്താ? എങ്ങനെ വൃത്തസ്തംഭത്തിന്റെ വോളിയം വ്യാപ്തം കാണാം. എന്താണ് വോളിയം ഓഫ് സിലിണ്ടർ? അതെങ്ങനെ കാണാം? ചെറിയൊരു കാര്യം. അപ്പൊ അറിയേണ്ട കാര്യം എന്താണ്? വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം അഥവാ വോളിയം ഓഫ് സിലിണ്ടർ. അതിന്റെ ഇക്വേഷൻ ഈസിയാണ്, പൈ ആർ സ്ക്വയർ എച്ച്. ഇത് എവിടെയോ കേട്ടിട്ടുണ്ടാവില്ലേ? ഏകദേശം കേട്ടിട്ടുണ്ട്, ഓർമ്മ ഉണ്ടോ? ഇതിനൊരു ബൈ 3 കൂടി ഇട്ട് കൊടുത്താൽ വൃത്തസ്തൂപികയുടെ വ്യാപ്തം അഥവാ കോണിന്റെ വ്യാപ്തമായി. ഏകദേശം രണ്ടൊന്നും തന്നെയല്ലേ? ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ നിന്ന് സ്ഥിരം ചോദിക്കാറുള്ള ഒരു ചോദ്യം ഞാൻ ടെസ്റ്റിൽ കാണിച്ചു തരാം. അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. കാരണം അതേപോലെ സാധനം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് നോക്കിയാലോ? പേജ് നമ്പർ 268 രണ്ടാമത്തെ ചോദ്യം. 268 രണ്ടാമത്തെ ചോദ്യം നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. എന്റെ നമ്പർ അറിയാലോ, താഴത്തുണ്ട്. വാട്സപ്പ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞാനത് അയച്ചുതരാം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം അതേ പേജിലെ 4ാമത്തെ ചോദ്യം. അതുകൂടി ഒന്ന് നോക്കാം. എന്താ? The base radii of two cones are in the ratio 3:5 and their heights are in the ratio 2:3. What is the ratio of their volumes? എന്താണ്? പാദ ആരം 3:5 എന്ന അംശബന്ധത്തിലും ഉയരം 2:3 എന്ന അംശബന്ധത്തിലുമാണെങ്കിൽ അവിടെ വ്യാപ്തങ്ങൾ ഏത് അംശബന്ധത്തിലായിരിക്കും? വെറൈറ്റി അല്ലെ? നോക്കിയാലോ, ഇപ്പൊ കാണിച്ചുതരാം. ഈ അംശബന്ധം കണ്ടാ മനസ്സിലാക്കണം, റേഷ്യോ കണ്ടാ മനസ്സിലാക്കണം. ഇവിടെ 2 ഭാഗമുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ 2 എന്തുണ്ട്? കോൺ, വൃത്തസ്തൂപിക ഉണ്ട്. അപ്പൊ ഞാൻ അതാ മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ 2 ഭാഗമാക്കി എഴുതുന്നു. എന്താണ്? ഒന്നാം വൃത്തസ്തൂപിക എന്താണ്? ഫസ്റ്റ് സിലിണ്ടർ, ഫസ്റ്റ് കോൺ. ഇവിടെ രണ്ടാം വൃത്തസ്തൂപിക, സെക്കൻഡ് കോൺ. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, അംശബന്ധമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവിടെ എന്തോ രണ്ടെണ്ണത്തെ താരതമ്യം ചെയ്ത് എഴുതുന്നതാണ് അംശബന്ധം, റേഷ്യോ. ഓക്കെ, റേഷ്യോ ഉണ്ടെങ്കിൽ 2 ഭാഗമുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ റേഷ്യോ കാണുമ്പോൾ നെറ്റൊന്നും വേണ്ട, നമ്മളോട് പറഞ്ഞ കാര്യം ഇരിക്കെ. എന്താ പറഞ്ഞത്? പാദ ആരം 3:5 എന്ന അംശബന്ധത്തിലാണ്. എന്താണ്? ബേസ് റേഡിയസ് 3:5 എന്നുള്ള അംശബന്ധത്തിലാണ്. ജസ്റ്റ് അതൊന്ന് എഴുതിയാലോ? എന്താ പറഞ്ഞത്? പാദ ആരം ആണല്ലോ ബേസ് റേഡിയസ്. ഇതിന് ബേസ് റേഡിയസ് ഉണ്ട്, അപ്പൊ സ്വാഭാവികമായിട്ട് അപ്പുറത്തും ഉണ്ടാവില്ലേ പാദാരം? ഇവിടെ ഒന്ന് എഴുതിയേക്കാം കേട്ടോ. പാദ ആരം ബേസ് റേഡിയസ് അല്ലേ? അതെന്ത് അംശബന്ധത്തിലാണ് പറഞ്ഞത്? അതിന്റെ റേഷ്യോ എന്താ പറഞ്ഞത്? 3:5 അല്ലേ? ഈസി ആയിട്ട് 3:5 അല്ലേ പറഞ്ഞത്? ആദ്യം പറഞ്ഞത് 3 അല്ലേ? ആദ്യം പറഞ്ഞ സംഖ്യ ഇവിടെ എഴുതുക, രണ്ടാമത് പറഞ്ഞ സംഖ്യ അപ്പുറത്ത് എഴുതുക. 3:5 ആണെങ്കിൽ 3:5. ഒപ്പം അതിനെ സൂചിപ്പിക്കുന്ന അക്ഷരം കൂടി ഇംഗ്ലീഷ് അക്ഷരം. എന്ത്? പാദ ആരം അഥവാ ബേസ് റേഡിയസിനെ സൂചിപ്പിക്കുന്ന അക്ഷരം ഏതാ? 6 അല്ലേ? അപ്പൊ ഇവിടെ 6 കൂടി എഴുതുക. അപ്പൊ 3 6 5 6. ക്ലിയർ ആണല്ലോ? ഇനി എന്താ ചോദ്യത്തിൽ പറഞ്ഞേ? ഹൈറ്റ്സ്, ഉയരം അല്ലെ? ഉയരം h ആണല്ലോ. ഇവിടെ h ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അപ്പുറത്ത് വെച്ചിട്ടുണ്ടല്ലോ അല്ലെ? അതെന്ത് റേഷ്യോ അല്ല അംശബന്ധത്തിലാ? എന്താ? 2:3. ആദ്യം പറഞ്ഞത് 2 ആവുകൊണ്ട് ഇവിടെ 2, ഇവിടെ 2. ഈ ഉയരത്തെ സൂചിപ്പിക്കുന്ന അക്ഷരം ഏതാ? h അല്ലേ? അപ്പൊ 2h
സോറി, ഇവിടെ ഏതാണ് 3 ആണ് കേട്ടോ, അത് എഴുതിയതാണ് 3h. ക്ലിയർ ആണല്ലോ? ഞാൻ ഇവിടെ ഹൈറ്റ് ഉയരം എഴുതുന്നതിന് പകരം h എഴുതിയതാ കേട്ടോ. പിന്നെ ഇവിടെ എന്താ h ഇവിടെ എന്താ h എന്നൊന്നും ആലോചിക്കരുത്. ഇത് ഇനി സംശയം വേണ്ട, ഉയരം എന്ന് എഴുതിയതിന് പകരം ഹൈറ്റിന് പകരം ഞാൻ h ഇട്ട് വെച്ചു എന്നുള്ളൂ കേട്ടോ. അല്ല രണ്ടോടത്തും വെച്ചിട്ടുണ്ട്, വെട്ടിക്കളയാനൊന്നും നിൽക്കരുത്. ഉയരം ഹൈറ്റ് എന്നുള്ളതിന് പകരമാണ്. ഞാൻ മടി പിടിച്ചിട്ട് അവസാനം ഈ മണ്ടത്തരാവുന്നു, ഒരു പേടി. ഓക്കെ, ഇതാണല്ലോ നമുക്ക് തന്ന 2 കാര്യങ്ങൾ. എന്നിട്ട് എന്താ പറഞ്ഞത്? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദെയർ വോളിയം? അവരുടെ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്താണ്? ഇതല്ലേ ചോദ്യം. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. എന്താ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? വോളിയം ഓഫ് ഫസ്റ്റ് കോൺ ഈസ് ടു വോളിയം ഓഫ് സെക്കൻഡ് കോൺ. ഇതല്ലേ വേണ്ട? എന്താ വേണ്ട? നമ്മളോട് എന്താ പറഞ്ഞത്? ഒന്നാം സ്തൂപികയുടെ വ്യാപ്തം ഈസ് ടു രണ്ടാം സ്തൂപികയുടെ വ്യാപ്തം. ഇവർ തമ്മിലുള്ള അംശബന്ധം എന്ന് പറഞ്ഞാൽ ഈസ് ടു ഇട്ടിട്ടല്ലേ? അപ്പൊ ഇതാണല്ലോ നമ്മൾ കാണണ്ടേ. ഈസി ആയിട്ട് എന്താ ഇക്വേഷൻ? സമവാക്യം എന്താ? വ്യാപ്തം കാണാൻ. വ്യാപ്തം കാണാനുള്ള സമവാക്യം എന്താ? πr²h/3. അപ്പോ ഒന്നാമത്തെ വ്യാപ്തം കാണാനുള്ള സമവാക്യം πr²h/3. രണ്ടാമത്തത് അയച്ചിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഒരു മാറ്റമല്ല അവിടെയും πr²h/3. എന്നിട്ടോ ഓരോന്നിൻ്റെതായ 6 മെച്ചും കൊടുക്കുക. എങ്ങനെ? ഒന്ന് നോക്കിക്കേ. പൈക്ക് മാറ്റല്ല, പൈ അവിടെ കിട്ടെ, ഇൻറ്റു ആർ. ആർ എന്ന് വെച്ചാൽ ആരമാണല്ലോ റേഡിയസ്. ഇവിടെ ആരം എത്രയാണ്? 3 ആറാണ്. അപ്പൊ r² എന്നുള്ളതിന് പകരം 3r² ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. കാരണം അവിടെ 2 ആളുണ്ട്, 3 ഉണ്ട് 6 ഉണ്ട്, അതുകൊണ്ട് ഹോൾ സ്ക്വയർ വേണം ഇട്ട് കൊടുക്കാൻ. ഇൻറ്റു h. ഇവിടുത്തെ h എത്ര? 2h ആണ്. ബൈ 3 ഈക്വൽ ടു. ഇനിയോ അപ്പുറത്തോ പൈ തന്നെ, സോറി ഈക്വൽ ടു അല്ല കേട്ടോ, ഈസ് ടു ആണ്. പൈ തന്നെ r². r ഇവിടെ എത്രയാണ്? 5 ആറാണ്. അപ്പൊ 5r² ബ്രാക്കറ്റ് വേണം. ഇൻറ്റു h. h വെച്ച 3h ആണ്. ബൈ 3. ഓക്കെ, ഈ ഈസ് ടു ഇടുമ്പോൾ അഥവാ റേഷ്യോ അംശബന്ധം എഴുതുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഒരുപോലുള്ളവരൊക്കെ വെട്ടിക്കളയാം കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തും നിങ്ങൾക്ക് ആരെയൊക്കെ ഒരുപോലെ കാണുന്നു അവരെയൊക്കെ വെട്ടിക്കളയാം. അപ്പൊ എനിക്കിവിടെ ആരൊക്കെ ഒറ്റ നോട്ടത്തിൽ കാണുന്നുണ്ട്? ഇതാ പൈ ഉണ്ടല്ലോ. ഇവിടെ ഹരിക്കണം 3, ഇവിടെയും ഹരിക്കണം 3. ഒറ്റ നോട്ടത്തിൽ രണ്ടിടത്തും ഒരുപോലെ ഉള്ളത് ഇവരല്ലേ? ചിഹ്നം ഉൾപ്പെടെ ക്ലിയർ ആവണം. അപ്പൊ ഇൻറ്റു പൈ ഇൻറ്റു എന്നാണ്, പൈ ഗുണിക്കണം എന്നാണ്, ഹരിക്കണം 3 ആണ്, ഹരിക്കണം 3 ആണ്. ശരിയാണല്ലോ? ഒറ്റ നോട്ടത്തിൽ കാണുന്നത് നമ്മൾ എന്ത് ചെയ്യണം? വെട്ടിക്കളയാം. ഓക്കെ, അതിനുള്ള എല്ലാ സ്റ്റെപ്പിലും ആലോചിച്ച് വെക്കുക. ബാക്കിയുള്ളവർക്ക് നോക്കിക്കേ. ഇവിടെ എന്താ ഉള്ളത്? 3r ഹോൾ സ്ക്വയർ അല്ലേ? എന്താ അതിന്റെ അർത്ഥം? ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ 3നും സ്ക്വയർ കൊടുക്കണം, 6നും സ്ക്വയർ കൊടുക്കണം. അപ്പൊ കൊടുക്കാലോ, 3² ഇൻറ്റു 6ന് സ്ക്വയർ കൊടുത്താൽ r² ഇൻറ്റു 2h. 2h വെച്ചാൽ എന്താ? 2 ഇൻറ്റു h. ഇത്രയല്ലേ അവിടെ ബാക്കി. നേരെ അപ്പുറത്തേക്ക് പോവാ. ഈസ് ടു. അപ്പുറത്ത് ആരൊക്കെ ഉണ്ട്? 5r². അപ്പൊ ഇവിടെ ചെയ്ത പോലെ അവിടെ ചെയ്താൽ 5² ഇൻറ്റു r² ഇൻറ്റു 3h ആണ്. അപ്പൊ 3 ഇൻറ്റു h. അപ്പൊ ഒന്നും കൂടി നോക്കിക്കേ. ഇവിടെ ഒറ്റ നോട്ടത്തിൽ വേറെയും വെട്ടാൻ കിട്ടുമല്ലോ. എന്തൊക്കെ കിട്ടുക? ഒന്ന് നോക്കി നോക്കിയേ. r² വെട്ടാം, h വെട്ടാം, വെട്ടിക്കൂടെ? ബാക്കി എന്താ ഉള്ളത്? 3ന്റെ സ്ക്വയർ 9 ഇൻറ്റു 2 അല്ലെ? ഈസ് ടു 5ന്റെ സ്ക്വയർ 25 ഇൻറ്റു 3 അല്ലേ ബാക്കി? ഓക്കെ, 9 ഇൻറ്റു 2 എത്ര? 18. 25 ഇൻറ്റു 3 75. റേഷ്യോ ആയോ? അംശബന്ധായില്ലേ? ഇത്ര പരിപാടിയുള്ളൂ. ഞാനൊന്നും ചെയ്തിട്ടില്ല, പറഞ്ഞ കാര്യം അങ്ങനെ എഴുതിയിട്ടേ ഉള്ളൂ. അപ്പൊ നമുക്ക് കിട്ടേണ്ടത് കിട്ടും. റേഷ്യോ വന്നാൽ ഏറ്റവും ഈസി ആയിട്ടോ, സൂപ്പർ ഈസി പരിപാടിയാണ്. ഓക്കെ, ഇതൊന്നും കൂടി ചുരുക്കിയേക്കാം. റേഷ്യോ എപ്പോഴും പരമാവധി ചുരുക്കണം എന്നാണ്. 18, 75 ഒക്കെ വലിയ സംഖ്യ അല്ലേ? പരമാവധി ചുരുക്കുക. പരമാവധി ചുരുക്കുക അറിയുമ്പോൾ രണ്ടിനെയും ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഹരിക്കുക. ഇവിടെ രണ്ടിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഒരു നമ്പർ ഏതായിരിക്കും? 3 ആണ്. ഓക്കെ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 18 ഹരിക്കണം 3 6 ഈസ് ടു 25 ഹരിക്കണം 3 25. ഇത് ഇനി ചെറുതാവില്ല, കാരണം രണ്ടിനെയും ഒരുപോലെ ഹരിക്കാൻ പറ്റിയ മറ്റൊരു നമ്പർ ഇല്ല. അപ്പൊ 6:25. അപ്പൊ വോളിയംസ് തമ്മിലുള്ള റേഷ്യോ 6:25. വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം 6:25. ക്ലിയർ ആണല്ലോ?
എന്നാ നേരെ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് ഇറങ്ങാലോ. ലാസ്റ്റ് ആരാ? ലാസ്റ്റാണ് സ്പിയർ. സ്പിയർ എന്ന് പറഞ്ഞാൽ ഗോൾ. നമ്മുടെ ഫുട്ബോളൊക്കെ ഫുട്ബോള് അതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഗോളം അഥവാ സ്പിയർ നമ്മുടെ ഫുട്ബോൾ. ഇത് പഠിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം നമുക്ക് അടുത്ത ആളെയും കൂടി പഠിക്കാം. അടുത്ത ആൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഹെഡിങ് ഒന്നും ഇല്ലെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് അർദ്ധഗോളം. അർദ്ധഗോളം അഥവാ ഹെമിസ്പിയർ. ഓക്കെ, അതിനെ കുറിച്ചുകൂടി അറിഞ്ഞിരിക്കണം. കാരണം സെമിസ്പിയർ അല്ല, ടച്ചാണ്, ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ചോദ്യങ്ങളിൽ അവരും വരും. ഓക്കെ ആണോ? നമുക്ക് പഠിക്കല്ലേ. ഗോളം എന്ന് പറയുമ്പോൾ വരയ്ക്കാൻ എനിക്ക് കഴിവില്ല. ഞാൻ തൽക്കാലം ഒരു വട്ടം വരയ്ക്കണം. ഓക്കെ, ഒരു വട്ടം വരയ്ക്കണം. ഗോളം എന്ന് വെച്ചാൽ ഫുട്ബോൾ പോലെ എങ്ങനെ ഉണ്ടാവുക. ഓക്കെ, ഇതിന് ഒരു സെന്റർ ഉണ്ടാവുമല്ലോ ഉള്ളിൽ. ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇതാ ഈ ഉൾഭാഗത്ത് ഈ ചെറുവരിലിരിക്കുന്ന ഭാഗത്തായിട്ട് അല്ലെ ഒരു എന്തുണ്ടാവും, സെന്റർ ഉണ്ടാവുമല്ലോ. ആ സെന്റർ ആട്ടെ ഞാൻ മാർക്ക് ചെയ്തിരുന്നു. ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടൊരു വര വരച്ചാൽ അതിനെ എന്ത് വിളിക്കും? അതിനെ റേഡിയസ്, ആരം. അത്ര വലിയ സംഭവം അല്ല. ഇതിന്ന് ഇങ്ങോട്ട് വരച്ചാലും എന്തെന്നെയാണ്? റേഡിയസ്, ആരം. മേലേക്ക് വരച്ചാലും റേഡിയസ്, ആരം. ഇതും ആരം. ക്ലിയർ ആണല്ലോ? ഡൗട്ടൊന്നുമില്ലല്ലോ? എന്നാൽ നമുക്ക് നേരെ അർദ്ധഗോളത്തേക്ക് പോയാലോ. എന്തായിരിക്കും അർദ്ധഗോളത്തിന്റെ ഷേപ്പ്? ഈസി ആയിട്ട് പറയുമ്പോൾ നമ്മുടെ നാളികേരം മുറിച്ചിട്ട് ഉണ്ടാവും. തേങ്ങ, നാളികേരം ഇങ്ങനെ മുറിച്ചു വിചാരിക്കുക, ഉടച്ചു വിചാരിക്കുക. മടാകൊണ്ടൊക്കെ 2 കഷ്ണമായിട്ട് ഇങ്ങനെ ഇല്ലേ? അതിൻ്റെ ഒരു കഷ്ണം ആലോചിച്ച് നോക്കി. എന്താ അതിൻ്റെ ഷേപ്പ്? അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ മുകളിലൊരു വട്ടം ഇങ്ങനെ വെച്ചാൽ താഴത്ത് ഇങ്ങനെ ഇരിക്കും അല്ലേ? ഇതാണ് അർദ്ധഗോളം. പക്ഷെ നമ്മൾ വരയ്ക്കുമ്പോൾ അർദ്ധഗോളത്തെ വെച്ച് പഠിക്കുമ്പോൾ താഴത്ത് വട്ടം ഇങ്ങനെയാണ്. അപ്പൊ നാളികേരം ഇങ്ങനെയാണ് മുറിച്ചിട്ട് കൈ കിട്ടിയച്ചാൽ തിരിച്ച് ഞാൻ വെക്കണം. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഓക്കെ ആണല്ലോ? ഇതിനൊരു സെന്റർ ഉണ്ടാവുമല്ലോ ഇവിടെ നിന്നിട്ടുള്ള നീളത്തെ എന്ത് വിളിക്കും? ഇവിടെ നിന്ന് ആലോചിച്ച് ഇവിടെ പറഞ്ഞ പോലെ പറഞ്ഞാൽ ആരം. ഇവിടെ നിന്നിട്ടാണെങ്കിലും ആരം, ആർ ആണല്ലോ. ഞാനത് പറയുന്നത് ശ്രദ്ധിക്കണം. ഇവിടെ പോയിന്റ് ഉണ്ട്, മീൻസ് ഞാൻ പറയുന്നതായിട്ട് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ അതാ ഇവിടെയാണ് ആ സെന്റർ മാർക്ക്. ഈ സെന്റർ അതാ ഇവിടെയാണ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു നാളികേരം കാണാണ്ടല്ലോ, മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ. ഇവിടെ ഇങ്ങനെ ഒരു നാളികേരം ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു വട്ടം. ഇതാണ് സെന്റർ. ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ളത് ആരം, ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ളതും ആരം, ഈ അറ്റത്തേക്ക് ഉള്ളതും ആരം. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ആരം. ക്ലിയർ ആണല്ലോ? ഇവിടെ നിന്ന് താഴ്ത്തിക്കോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് മേലേക്കോ, ഇപ്പൊ ഇങ്ങനെയാണെങ്കിലോ ഇവിടെ നിന്ന് അതെന്തായിരിക്കും? ചെരിച്ച് വരച്ചത് ആ രൂപം കണ്ടുകൊണ്ട് കൺഫ്യൂഷൻ ആവണ്ട. ചെരിച്ചല്ല ഞാൻ സ്ലൈറ്റ് ആയിട്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, അത് പലരും വിചാരിക്കും അത് ഹൈറ്റ് ആണ്. പക്ഷെ ഹൈറ്റ് അല്ല, അതും എന്തുതന്നെയാണ്? ആരം തന്നെയാണ്. അഥവാ ഗോളത്തിന് അല്ലെങ്കിൽ സ്പിയറിന് അല്ലെങ്കിൽ ഹെമിസ്പിയർ അഥവാ അർദ്ധഗോളത്തിന് റേഡിയസ് മാത്രമേ ഉള്ളൂ, ആരം മാത്രമേ ഉള്ളൂ. ഉയരത്തെക്കുറിച്ച്, ഹൈറ്റിനെ കുറിച്ച് ആലോചിക്കണ്ട. ഹൈറ്റ് ഉണ്ടെങ്കിൽ അഥവാ ഈ 2 നീളമല്ല ഈ നീളമെങ്കിൽ എന്ത് സംഭവിക്കും? ഇതുപോലെ ഇരിക്കും. ഇതിപ്പോ ഒരു ഗോളോ അർദ്ധഗോളോ തോന്നുന്നുണ്ടോ? ഇത് ഇങ്ങനെ ഇങ്ങോട്ടും വരച്ചത് എന്തായി? ഒരുമാതിരി ക്യാപ്സ്യൂള് പോലെ ഇല്ലേ? മീൻസ് ഒരു ഗുളികയൊക്കെ പോലെ ആവില്ലേ? അല്ലെങ്കിൽ പടവലങ്ങ പോലെയൊക്കെ ആവും. അപ്പൊ അത് ശരിയാവൂ? ഇല്ല. അഥവാ ആരം തന്നെ ആയിരിക്കും എല്ലാ സൈഡിലും ഉണ്ടാവും, റേഡിയസ് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ കോഴിമുട്ട കണക്കായിരിക്കും. സ്പിയർ മാറിയിട്ട് കോഴിമുട്ട, ഗോളം മാറിയിട്ട്. അപ്പൊ അത് പറ്റുമോ? ഇല്ല. അപ്പൊ മനസ്സിലാക്കുക, എല്ലാത്തിനും ആരം മാത്രമേ ഉള്ളൂ. അഥവാ ഹെമിസ്പിയറിനും സ്പിയറിനും ഗോളത്തിനും അർദ്ധഗോളത്തിനും ആരം മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഇവിടെ വേണ്ടത് എന്തൊക്കെ? ഇവിടെ മനസ്സിലാക്കുക. ഗോളത്തിലേക്ക് വരാം, സ്പിയറിന് ബേസ് ഏരിയ എന്ന് പറയുന്ന ഒരു സാധനമായിട്ടില്ല. ബേസ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും വെക്കാനുള്ള ആ ഭാഗമാണല്ലോ ബേസ്. ഇതിന് ബേസ് ഏരിയ ഉണ്ടോ? ഇതിന് ഇല്ല. കാരണം ഫുട്ബോൾ നമുക്ക് എങ്ങനെ എവിടെ വേണേലും നിലത്ത് വെക്കാലോ. നിലത്ത് വെക്കുന്ന ഭാഗമാണ് ബേസ് ഏരിയ. അപ്പൊ തേങ്ങ കമഴ്ത്തി ഇങ്ങനെ വെച്ചാൽ അതാണ് ബേസ്. ഓക്കെ, പക്ഷെ ഇതിന് അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ? തേങ്ങ മുറിയാണെങ്കിൽ ഇങ്ങനെ വെക്കാം, പക്ഷെ ഇതിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ബേസ് ഏരിയ എന്ന് പറയുന്ന ഒരു സാധനം ടെക്നിക്കലി ഇല്ല എന്ന് പറയാം. കാരണം എല്ലാതും ബേസ് ആണ്. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇവിടുത്തെ കർവ്ഡ് സർഫസ് ഏരിയയും. കർവ്ഡ് സർഫസ് ഏരിയ വക്രതല പരപ്പളവാണല്ലോ. വക്രതല പരപ്പളവ്, ഇതിന്റെ വക്രതലം അഥവാ കർവ് ചെയ്ത തലം എന്ന് പറഞ്ഞാൽ ഏതാ? ഒരു ഫുട്ബോളിനെ സംബന്ധിച്ച് വളഞ്ഞ ഭാഗം ഏതാ? കർവ്. എല്ലാം വളഞ്ഞിട്ടാണ് അല്ലേ? എല്ലാം വളഞ്ഞിട്ടാകുമ്പോ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ഇവിടെ എന്താ? കർവ്ഡ് സർഫസ് ഏരിയ. അപ്പൊ മനസ്സിലാക്കേണ്ടത് എന്താ?
ഇവിടുത്തെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാലും ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാലും ഒന്നാണ്. കാരണം മുഴുവൻ ഭാഗവും വളർന്നിട്ട അല്ലേ. അപ്പൊ പിന്നെ എല്ലാം കർവ്ഡും ആണ്, എല്ലാം ടോട്ടലുമാണ്. ഓക്കെ, വക്രതല പരപ്പളവും ഉപരിതല പരപ്പളവും ഒന്ന് തന്നെ ആണ്. ഉപരിതല പരപ്പളവും ഒന്ന് തന്നെയാണ്. കാരണം ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു വ്യത്യാസത്തിനൊന്നുമില്ല. ഇനി അതെന്താ, അതെങ്ങനെ കാണും? അത് കാണാൻ ഈസിയാണ്. ഇക്വേഷൻ 4πr², 4πr². ഓക്കെ ആണല്ലോ. നേരെ അടുത്തതിലേക്ക് പോവാം. സ്വാഭാവികമായിട്ട് ഇനി ആരേ ഉണ്ടാവുള്ളൂ? വോളിയം അഥവാ വ്യാപ്തം. അതിന്റെ ഇക്വേഷൻ എന്താ? 4πr³ ആണ്. 4πr³/3. ക്ലിയർ അല്ലേ? നേരെ അങ്ങോട്ട് പോയാലോ. അവിടേക്ക് മുമ്പ് വ്യത്യാസമുണ്ട്. ഇവിടെ എന്താ? ഇവിടെ ബേസ് ഉണ്ട്, പാദമുണ്ട്, ഉണ്ടല്ലോ, പാദമുണ്ട്. അപ്പൊ ബേസിന് ഏരിയയും ഉണ്ടായിരിക്കും, അഥവാ പാദപരപ്പളവും ഉണ്ടായിരിക്കും. ബേസിന്റെ ബേസ് ഏരിയ ഉണ്ടായിരിക്കും. ഇനി ഒന്ന് ആലോചിച്ചേ, ബേസിന്റെ ആകൃതി എന്താ? വൃത്താകൃതി അല്ലേ, സർക്കിളിന്റെ ആകൃതി അല്ലേ. അതുകൊണ്ട് തന്നെ അതിന്റെ പരപ്പളവ് πr² ആണ്. ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നും വേണ്ട. സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു കർവ്ഡ് സർഫസ് ഏരിയ ഉണ്ടല്ലോ, വക്രതല പരപ്പളവ്. അതേതാ ഭാഗം? ഈ ഭാഗം. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കുക? അടുത്ത് പിടിച്ചോ, 2πr². അപ്പൊ മൂന്നാമത്തെ ആളാരാ? ടോട്ടൽ സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവ് അല്ലെ. അതെങ്ങനെ കണ്ടുപിടിക്കുക? ഞാൻ എപ്പോഴും പറയുന്നത് ഇത് രണ്ടും കൂടി കൂട്ടുക. അപ്പൊ അതാ പിടിച്ചോ, അടുത്തത് 3πr². ഈസി അല്ലേ? അപ്പൊ നാലാമത്തെ ആളാരാ? വ്യാപ്തം, വോളിയം അല്ലെ. അതെങ്ങനെ കണ്ടുപിടിക്കുക? ചെറിയൊരു വ്യത്യാസം ഇവിടെ വരുത്തിയായി. ഇവിടെ 4πr³/3 അല്ലേ. 4 മുഴുവൻ എണ്ണത്തിന് 4πr³/3 ആണ്. അപ്പൊ ഇവിടെ പകുതി അല്ലേ ഉള്ളൂ. അപ്പൊ 2πr³/3. ഈസി ആണല്ലോ. ഇത്ര മതി. അപ്പോ ഇതിൽ നിന്ന് വരുന്ന ചോദ്യം, ഞാൻ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുക്കാണ്, 2020 ക്വസ്റ്റ്യൻ ഏതാ? ദ റേഡിയസ് ഓഫ് എ സോളിഡ് സ്ഫിയർ ഈസ് 6 cm. ഫൈൻഡ് ഇറ്റ്സ് വോളിയം ആൻഡ് സർഫസ് ഏരിയ. എ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ എ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് ബിയിലേക്ക് പോവാം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു ഗോളത്തിന്റെ സോളിഡ് ഘനരൂപം എന്നൊക്കെയുള്ള അർത്ഥത്തിലെ പോട്ടെ, ഒരു ഗോളം, അതിന്റെ ആരം 6 cm ആണ്. എന്ത് പറഞ്ഞു? വോളിയവും സർഫസ് ഏരിയയും അഥവാ വ്യാപ്തവും ഉപരിതല പരപ്പളവും കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഓക്കെ ആണല്ലോ. ദാ പിടിച്ചോ, ആരം ഉണ്ടല്ലോ 6 cm. പിന്നെ എന്തെങ്കിലും വേണോ? പിന്നെ ഒന്നും വേണ്ട, നേരിട്ട് പോവുക. വ്യാപ്തം അഥവാ വോളിയം 4πr³/3 അല്ലേ. ചെയ്യാലോ, ഈസി. 4π × r. r എന്ന് വെച്ചാൽ ആരം, ആരം എന്ന് വെച്ചാൽ 6 ആണ്. 6³/3 അല്ലേ. എന്താ ഈ 6³ അറിയാൻ വേണ്ടി എഴുതാണ്. 4π അവിടെ കട്ടെ, ഇൻറ്റു 6³ എന്ന് വെച്ചാൽ 6 × 6 × 6, 6 3 വട്ടം കുടിക്കുക /3. അപ്പൊ ഇവിടെ ഒരു വെട്ടാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. ഏതാ? ഇതിൽ ഏതെങ്കിലും ഒരു 6നെ 3 കൊണ്ട് ഹരിച്ചാൽ 2 എന്ന് കിട്ടും. ആ 2 എവിടെ എഴുതുക? വലിയ സംഖ്യയുടെ അടുത്ത്. വലിയ സംഖ്യ 6 ആണല്ലോ 3നേക്കാൾ. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 4π × 6 × 6 32, 6 × 6 36, 36 × 2 72, 36 × 2 72 ആണല്ലോ. 36 2 വട്ടം കുടിച്ചാൽ മീൻസ് 36 × 2 ചെയ്താൽ 72. ഇവിടെ 4 ഇവിടെ 72 ഉണ്ടല്ലോ. 4 × 72 എന്ന് വെച്ചാൽ 288. അപ്പൊ 288 cm³ ഘന സെന്റിമീറ്റർ. ഓക്കെ ആണോ? ഈസി അല്ലേ? കൂടുതൽ സമയമൊന്നും കളയുന്നില്ല. നേരെ അടുത്തതിലേക്ക് സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ കേട്ടോ. സർഫസ് ഏരിയ എന്ന് മാത്രം പറഞ്ഞാൽ, കർവ്ഡ് സർഫസ് ഏരിയ ആണെങ്കിൽ CSA തന്നെ ചോദിക്കും. ഇവിടെ ഇപ്പൊ എന്തായാലും വിഷയം ഉണ്ടായിട്ടല്ല, എന്നാലും പറയാണ്. സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സർഫസ് ഏരിയ. ഇംഗ്ലീഷ് മീഡിയംകാർ മനസ്സിലാക്കുക. മലയാളത്തിൽ പിന്നെ വിഷയമല്ല. ഉപരിതല പരപ്പളവ് എന്ന് വെണ്ടക്കാശത്തിൽ തരും. ഓക്കെ ആണോ? എന്താ ഉപരിതല പരപ്പളവ് കാണാനുള്ള സമവാക്യം? 4πr² അല്ലേ. 4πr². ആവശ്യമുള്ള r അവിടെ ഉണ്ടല്ലോ. ഈസി ആയിരിക്കാം. ഈസി. ആരം 6 റേഡിയസ് ഇവിടെ ഉണ്ട്. അപ്പൊ 4π × 6, 4 × 6 24. അപ്പൊ 24π cm². ഈസി ഈസി ഈസി. ഞാൻ കൂടുതൽ സമയമൊന്നും കളയുന്നില്ല. നേരെ ഇതിന്റെ ബി ക്വസ്റ്റ്യനിലേക്ക് പോയാൽ, എന്താ അവിടുത്തെ ബി ക്വസ്റ്റ്യൻ? ഇറ്റ് ഈസ് കട്ട് ഇൻടു 2 equal halves. What is the total surface area of hemisphere
ക്വസ്റ്റ്യൻ മാർക്ക് വാട്ട് ഈസ് ദ വോളിയം ഓഫ് ഹെമിസ്ഫിയർ. ഓക്കെ, എന്താ പറഞ്ഞ് ഇതിനെ ഈ 6 സെന്റിമീറ്റർ റേഡിയസ് ഉള്ളതിനെ 2 ഈക്വൽ പാർട്സ് ആക്കി കട്ട് ചെയ്തു. ഓക്കെ ആണല്ലോ. 2 ഈക്വൽ പാർട്സ് ആയി കട്ട് ചെയ്തപ്പോ അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്, അതേപോലെ അതിന്റെ വോളിയം എന്താണ്. ഓക്കെ, ആ ഹെമിസ്ഫിയറിന്റെ അർദ്ധഗോളത്തിന്റെ വ്യാപ്തം എന്താണ്, ഉപരിതല പരപ്പളവ് എന്താണ്, ഞാനൊന്ന് മായ്ച്ചിട്ട് എഴുതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നമ്മൾ ഈ ഗോളത്തെ സ്പിയറിനെ 2 കഷ്ണാക്കാണല്ലോ, അതിന്റെ റേഡിയസിന് എന്ത് മാറ്റം സംഭവിക്കുക? പകുതിയായി കുറയും. കുറേ പേരുടെ മനസ്സിലേക്ക് വന്നതാണ് അല്ലെ. എന്നാൽ റേഡിയസിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? കാരണം എന്താ, നമ്മൾ ആ റേഡിയസിനൊന്നും ബാധിക്കുന്ന ഒരു കാര്യവും ചെയ്യുന്നില്ല. അതിന്റെ സെന്റർ കൂടെ കട്ട് ചെയ്യുന്നു അല്ലെ. സെന്ററിൽ നിന്നുള്ള അകലം തന്നെയാണല്ലോ റേഡിയസ്. അപ്പൊ റേഡിയസിനെ ഇവിടെ യാതൊരു വിധത്തിലും ബാധിക്കുന്നില്ല, അഥവാ ആരത്തിനെ ബാധിക്കാത്തത് കൊണ്ട് ആരം ഇവിടെയും എന്ത് തന്നെയാണ്, 6 സെന്റിമീറ്റർ തന്നെയാണ്. പിന്നെ എന്താ മാറ്റം? ഇക്വേഷൻ മാറും, അത്രയേ ഉള്ളൂ. ടോട്ടൽ സർഫസ് ഏരിയ കാണുമ്പോൾ, അഥവാ ഉപരിതല പരപ്പളവ് കാണുമ്പോൾ ഇക്വേഷൻ എന്തായി മാറും? അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് 3πr² ആയി മാറി. നേരത്തെ ഇക്വേഷൻ അല്ല ഇവിടെ, അത്രയും വ്യത്യാസം, വേറൊരു മാറ്റവും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പൊ 3π × r, r എന്ന് വെച്ചാൽ ആരം, ആരത്തിന്റെ സ്ക്വയർ, ഓക്കെ. 3π, ആറിന്റെ സ്ക്വയർ എത്രയാണ്? 36. അപ്പൊ 6 × ആറിന്റെ സ്ക്വയർ 36, 36 × 3 36, 36 72, 72 30 100 108. അപ്പൊ 108π ഉപരിതല പരപ്പളവാണ് സെന്റിമീറ്റർ സ്ക്വയർ. ഈസി അല്ലേ? അടുത്തേക്ക് പോയല്ലോ, എന്താ? വോളിയം അഥവാ വ്യാപ്തം അല്ലെ. എങ്ങനെയാണ്? ഇക്വേഷൻ മാറിയിട്ടേ ഉള്ളൂ, വേറെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. 2πr³ ആണല്ലോ. ഈസി. 2π അവിടെ നിൽക്കട്ടെ. ആരം 6/3 നേരത്തെ ചെയ്തിട്ടുണ്ട്, ഈസിയാണ്. എന്താണ്? 2π × 6 നേരത്തെ വെട്ടിയ പോലെ വെട്ടിയാൽ 2. അപ്പൊ 6 × 6 36, 36 × 2 72. അപ്പൊ 2π × 72 കിട്ടിയല്ലോ. ഈസി ഈസി ഈസി. വീണ്ടും. ഓക്കെ, 2 × 72 144 π ഘന സെന്റിമീറ്റർ അഥവാ സെന്റിമീറ്റർ ക്യൂബ്. വളരെ ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ ചെയ്തത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പൊ അടുത്ത ചോദ്യം എന്താ? ഉപരിതല പരപ്പളവ്, ടോട്ടൽ സർഫസ് ഏരിയ. മലയാളത്തിൽ പ്രശ്നമില്ല, ടോട്ടൽ ഉപരിതല പരപ്പളവ് എന്ന് കറക്റ്റ് തരും. പക്ഷെ സർഫസ് ഏരിയ എന്ന് മാത്രമാണ് ക്വസ്റ്റ്യനിൽ ഇംഗ്ലീഷിൽ കൊടുക്കുന്നത്. സർഫസ് ഏരിയ എന്ന് മാത്രം ചോദിച്ചാൽ ടോട്ടൽ സർഫസ് ഏരിയയാണ്. ഓക്കെ, ഇവിടെ ഇപ്പൊ കർവ്ഡ് ആണെങ്കിൽ കർവ്ഡ് എന്ന് ചോദിക്കും, അത് എല്ലാത്തിലും അങ്ങനെയാണ്. ഇവിടെ ഇപ്പൊ രണ്ടും ഒന്ന് തന്നെയാണ്, എന്നാലും ശരി പറഞ്ഞേ ഉള്ളൂ. അപ്പൊ TSA, ടോട്ടൽ സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവ്. എങ്ങനെ കാണുക? എന്തായിരുന്നു ഇക്വേഷൻ? 4πr² അല്ലേ. 4π × r, ആരം 6² 4π × 6², ആറിന്റെ സ്ക്വയർ 36, 4 × 36 144 π ഉപരിതല പരപ്പളവാവുണ്ട് സെന്റിമീറ്റർ സ്ക്വയർ അഥവാ ഘന സെന്റിമീറ്റർ സ്ക്വയർ സെന്റിമീറ്റർ. ഈസി അല്ലേ? ഓക്കെ, നമുക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പോ ഈ പാഠത്തിൽ നിന്ന് ലാസ്റ്റ് ചോദ്യം ഏതാ? 2021 SSLC എക്സാമിന് വന്നതാണ്. ദ ഡയമീറ്റർ ഓഫ് 2 സ്പിയേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 1:2. എന്താണ്? 2 ഗോളങ്ങളുടെ ആരങ്ങൾ വ്യാസങ്ങൾ, ആരമല്ല വ്യാസമാണ്, 1:2 എന്ന അംശബന്ധത്തിലാണ്. അംശബന്ധം വീണ്ടും വന്നേ. ഓക്കെ, എന്നിട്ട് എന്താ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദെയർ റേഡിയൈ? ആരങ്ങളുടെ അംശബന്ധം എന്താണ്? ഒന്ന് നോക്കിയാലോ. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ വ്യാസങ്ങൾ അല്ലേ. നമ്മൾ ഒന്നാമത്തേന്റെ വ്യാസം D1 എന്ന് എടുക്കുന്നു. ഡയമീറ്റർ ഓഫ് ഫസ്റ്റ്, ഓക്കെ, ഈസ് 2. ഡയമീറ്റർ ഓഫ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1:2. ഇതാണല്ലോ, ക്ലിയർ ആണല്ലോ. എന്നിട്ട് നമ്മളോട് എന്താ ചോദിച്ചത്? രണ്ടിന്റെയും റേഡിയസ്, ആരങ്ങൾ തമ്മിലുള്ളതാണ് ചോദിച്ചത് അല്ലേ. അപ്പോ എന്താ ഡയമീറ്ററും റേഡിയസും തമ്മിലുള്ള ബന്ധം? അതാലോചിച്ചാൽ മതി. ഡയമീറ്ററിന്റെ പകുതി ആയിരിക്കും റേഡിയസ്, അഥവാ വ്യാസത്തിന്റെ പകുതി ആയിരിക്കും ആരം. അപ്പൊ നോക്കിക്കേ, ഇവിടെ വ്യാസം D1 എന്നുള്ള അക്ഷരം കൊണ്ടാണ് സൂചിപ്പിച്ചത്. അപ്പൊ D1ന്റെ പകുതി ഈസ് 2,
D2ന്റെ പകുതി അല്ലേ? ഇതല്ലേ ആരം? അതാണല്ലോ R1:R2 അല്ലേ? ഡയമീറ്റർ, ഒന്നാമത്തേന്റെ ഡയമീറ്റർ ബൈ 2 എന്ത് കിട്ടും? ഒന്നാമത്തേന്റെ റേഡിയസ്. ഒന്നാമത്തേന്റെ വ്യാസം ഹരിക്കണം 2, ഒന്നാമത്തേന്റെ ആരം. ഓക്കെ, ഡയമീറ്റർ സെക്കൻഡിന്റെ രണ്ടാമത്തേന്റെ ഡയമീറ്റർ ബൈ 2 എന്ത് ചെയ്ത് കിട്ടും? രണ്ടാമത്തേന്റെ റേഡിയസ്. രണ്ടാമത്തേന്റെ വ്യാസം ഹരിക്കണം 2, രണ്ടാമത്തേന്റെ ആരം. ക്ലിയർ അല്ലേ? അപ്പൊ ഒന്ന് നോക്കിക്കേ, എന്താ ചെയ്യണ്ടേ? ഇവിടെ 1 1/2 ഇതോ 2/2. 1/2 ഈ 1/2 നമുക്ക് ചെയ്യാനൊന്നുമില്ല അല്ലെ? ഒന്നും ചെയ്യാല്ല. എന്താ ചെയ്യാ? 1/2 നിൽക്കട്ടെ. ഓക്കെ, ഈസ്റ്റു. പക്ഷെ 2/2 നമുക്ക് ചെയ്യാലോ. എന്താക്കാം? 1 എന്നാക്കാം. 2/2 എന്താക്കാം? 1 ആക്കാം. പക്ഷെ അപ്പോഴും രസമില്ലല്ലോ, റേഷ്യോ രസമില്ലല്ലോ. ഇല്ലല്ലോ. കാണാൻ കുറച്ചും കൂടി ഭംഗി വേണ്ടേ? കുറച്ചും കൂടി ഭംഗി വരാൻ വേണ്ടിയിട്ട് എന്താ അവിടുത്തെ ഭംഗിക്കുറവ്? ഈ 1/2 ആണ് പ്രശ്നം. അപ്പൊ അതിനെ ഒരു നമ്പർ ആക്കി, ഇത് ഫ്രാക്ഷനാണ്, ഭിന്നസംഖ്യ, അതിനൊരു സാധാരണ എണ്ണൽ സംഖ്യ ആക്കണം, നാച്ചുറൽ നമ്പർ ആക്കണം. അതിനെന്താ ചെയ്യാ? ഈസിയാണ്. ഈ 2 എണ്ണത്തിനെയും × 2 ചെയ്തേ. കാരണം എന്താ? × 2 സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താ? 1/2 × 2 ചെയ്താൽ എന്ത് കിട്ടും? 1/2 × 2, 1 × 2 2, 2/2 എന്ന് വരില്ലേ? 2/2 എന്താ? 1. ഓക്കെ, അവിടെ കേട്ടെ. അപ്പുറത്തോ 1 × 2 അല്ലേ? 1 × 2 2 ആണ്. അപ്പൊ 2 ഇവിടെയും കിട്ടും. അപ്പൊ നമുക്ക് നല്ല ഭംഗി കിട്ടും. എന്ത് ഭംഗി കിട്ടും? R1:R2, റേഡിയസ് ഓഫ് ഫസ്റ്റ് ഈസ് 2, റേഡിയസ് ഓഫ് സെക്കൻഡ് ഈസ് ഈക്വൽ ടു 1:2. ഒന്നാമത്തിന്റെ ആരം ഈസ് 2, രണ്ടാമത്തിന്റെ ആരം സമം 1:2. ഈസി അല്ലേ? വാട്ട് നെക്സ്റ്റ് അല്ലേ? എന്താ ചോദ്യം? ബി, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ സർഫസ് ഏരിയ. നമ്മുടെ നമ്മുടെ ഭാഗത്ത് എന്താ? റേഷ്യോ ഓഫ് ദ സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവിന്റെ അംശബന്ധം അല്ലെ? നമ്മളിത് വോളിയത്തിൽ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കോണില് വൃത്തസ്തൂപികയില് എന്താ ചെയ്യണ്ടേ? നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഒന്നാമത്തേന്റെ ഉപരിതല പരപ്പളവ് ഈസ് 2, രണ്ടാമത്തേന്റെ ഉപരിതല പരപ്പളവ് അല്ലെ? സർഫസ് ഏരിയ തമ്മിലുള്ള റേഷ്യോ, ഉപരിതല പരപ്പളവ് തമ്മിലുള്ള അംശബന്ധം ഇങ്ങനെയല്ലേ? നേരത്തെ ഓർമ്മല്ലേ? എന്താണ്? TSA ഓഫ് ഫസ്റ്റ് ഈസ് 2, TSA ഓഫ് സെക്കൻഡ്. ഇതല്ലേ നമുക്ക് വേണ്ടത്? എങ്ങനെ TSA കാണാൻ? ടോട്ടൽ സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവ് എങ്ങനെ? 4πr² അല്ലേ? ഈസ് 2 ഇവിടെ 4πr². എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റമില്ലല്ലോ. കാരണം രണ്ടും ഒരേ രൂപമാകുമ്പോൾ ഇക്വേഷനിൽ മാറ്റമില്ല. പക്ഷെ എന്താ മാറ്റം? നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആലോചിച്ച്, ഇവിടുത്തെ R1:R2 എന്താ? 1:2 അല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്തേ? ഒന്നാമത്തേന്റെ ആരത്തിന് നേരെ 1 എഴുതി, രണ്ടാമത്തേന് നേരെ 2 എഴുതി അല്ലേ? എന്നിട്ടോ അതിന്റെ ഒപ്പം അതിന്റെ അക്ഷരം എഴുതി. ഏതാ? R. റേഡിയസ് ആവുമ്പോ R ആണ്. ഓർമ്മ ഉണ്ടല്ലോ? മറന്നിട്ടില്ലല്ലോ? അപ്പോ R1 റേഡിയസ് ഓഫ് ഫസ്റ്റ് എന്നുള്ളത് 1R. ഒരു R എഴുതേണ്ട ആവശ്യമില്ല, R എഴുതിയാൽ മതി. R2 റേഡിയസ് ഓഫ് സെക്കൻഡ്, രണ്ടാമത്തേന്റെ ആരം എന്ന് പറഞ്ഞാൽ 2R. 2R ആവുമ്പോ അങ്ങനെ എഴുതന്നെ വേണം. നേരത്തെ ചെയ്തത് ഓർക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ആരം ഇവിടെ കൊടുക്കാലോ. എന്താ? 4π. R പകരം ഇവിടെ R തന്നെയാണ് അല്ലെ? ഇവിടെ R തന്നെയാണ്, അതുകൊണ്ട് പിന്നെ വിഷയമൊന്നുമില്ല. R² ഈസ് 2. പക്ഷെ ഇപ്പുറത്ത് ശ്രദ്ധിക്കണം, 4π × R. ഇവിടെ R എന്താ? 2R. അപ്പൊ 2R². ഞാൻ നേരത്തെ പറഞ്ഞു, പ്രഥമ ദൃഷ്ടിയാണ് നമുക്ക് കാണുന്നത്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നത് വെട്ടാം. 4/4 വെട്ടി. ബാക്കി ഇവിടെ R². ആയിക്കോട്ടെ, അവിടെ കേട്ടെ. ഇവിടെ 2ന്റെ സ്ക്വയറും വേണം × R² വേണം. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് R² കാണാം. അപ്പൊ ഇവിടെ ഒന്നുമില്ലല്ലോ, ഒന്നുമില്ലാതെ വരില്ല. അപ്പൊ അവിടെ എന്തുണ്ടാവും? 1 ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? ഒന്നുമില്ലാതെ വരില്ല എന്നുള്ളതുകൊണ്ട് ഇവിടെ 1 ഉണ്ടാവും. അപ്പൊ 1:2, 2ന്റെ സ്ക്വയർ 4. അപ്പൊ എന്താ ഉത്തരം? 1:4. വോളിയം ചെയ്ത അതേ പരിപാടി. ഓക്കെ, അപ്പൊ സി ക്വസ്റ്റ്യൻ എന്താ? സി ക്വസ്റ്റ്യൻ വെച്ചാ, ഇഫ് ദ സർഫസ് ഏരിയ ഓഫ് ഫസ്റ്റ് സ്ഫിയർ ഈസ് 10π, വാട്ട് ഈസ് ദ സർഫസ് ഏരിയ ഓഫ് സെക്കൻഡ് സ്ഫിയർ? എന്താണ്? ഒന്നാമത്തേന്റെ ഉപരിതല പരപ്പളവ് 10π ആണെങ്കിൽ രണ്ടാമത്തേന്റെ ഉപരിതല പരപ്പളവ് എത്രയാണ്? ഓക്കെ, അതിന് നമ്മൾ ഈ റേഷ്യോ സഹായിക്കും. അതിന് റേഷ്യോ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കണം. എന്താ നമ്മൾ പറഞ്ഞത്? ഒന്നാമത്തേന്റെ ഉപരിതല പരപ്പളവും രണ്ടാമത്തേന്റെ ഉപരിതല പരപ്പളവും, TSA ഓഫ് ഫസ്റ്റും സെക്കൻഡും
തമ്മിലുള്ള റേഷ്യോ ആണ് 1:4. എന്ന് വെച്ചാൽ എന്താ, ഒന്നാമത്തേന്റെ ഉപരിതല പരപ്പളവ് 1 ആണെങ്കിൽ രണ്ടാമത്തേന്റെ അത് 4 ആവും, 4 മടങ്ങാവും. ക്ലിയർ? അപ്പൊ ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ എത്രയാവും, 8 ആവും. ഇവിടെ 3 ആണെങ്കിൽ അതിന്റെ 3ന്റെ 4 മടങ്ങ് പറഞ്ഞാൽ ഇവിടെ 12 ആവും. ഇവിടെ 4 ആണെങ്കിൽ അതിന്റെ 4 മടങ്ങ് 16. ഇവിടെ 5 ആണെങ്കിൽ 20. 1:4ന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ചേ, ഇവിടെ എത്രയാണ്, ഒന്നാമത്തേന്റെ ഉപരിതല പരപ്പളവ് 10 പൈ ആണെന്നാ പറഞ്ഞത്. അപ്പൊ ഇതെന്തായിരിക്കും, അതിന്റെ 4 മടങ്ങ് അത് എത്ര, 40 പൈ. ഈസി അല്ലേ? Therefore, easy. PSA of second, രണ്ടാം ഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് എന്ന് പറഞ്ഞാൽ 40 പൈ സെന്റിമീറ്റർ ക്യൂബ്, സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇത്രയാണുള്ളത്. ക്ലിയർ അല്ലേ? ഇതാണ് ഈ പാഠം, ഇത് പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ കൃത്യമായി പഠിക്കുക. അടുത്ത ക്ലാസ്സോട് കൂടി നമ്മുടെ ചാപ്റ്റർ വൈസ് റിവിഷൻ അവസാനിക്കുകയാണ്. അതിനുശേഷം നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസറിംഗിലേക്ക് പോകും. സർക്കാർ ഇറക്കിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസറിംഗിലേക്ക് പോകും. ഓക്കെ ആണല്ലോ? ഓക്കെ, താങ്ക് യു.